ഈ ഇടവകയിൽ ഒത്തിരിയേറെ വിധവകളായ സ്ത്രീകളുണ്ടെന്നറിഞ്ഞു. അങ്ങനെയാണോ? ഈ സൈഡിൽ ആൾ കുറവാണ്, ഭർത്താക്കന്മാരാരും തന്നെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ക്രൈസ്തവർ നല്ല എളിമയുള്ളവരാ അല്ലേ? ആണോ? ഉണ്ടല്ലോ. എളിമയുണ്ടോ? എളിമയുണ്ടോ? ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ടോക്കൺ എടുത്ത് ഡോക്ടറെ കാണാനിരിക്കുക. എൻ്റെ ടോക്കണിൻ്റെ നമ്പർ 4, നിങ്ങൾ കുറച്ച് പേരുടെ നമ്പർ 6, 7, 8, 9, 10 ഒക്കെയാണ്. അപ്പോൾ ഡോക്ടർ വന്നു, 10ാം നമ്പറുകാരൻ ആദ്യം കയറാൻ പോയാൽ നമ്മൾ എന്നാ ചെയ്യും? അവിടെ ഇരിടാ, ഞാൻ ആദ്യം വന്നാ അല്ലേ പറയില്ലേ? പറയും. അവിടെ നമ്മൾ ബഹളം ഉണ്ടാക്കും. ഇപ്പോൾ കൊറോണയുടെയൊക്കെ സമയത്ത് കിറ്റ് കൊടുത്തു, അല്ലെങ്കിൽ നോട്ട് മാറിയ സമയത്ത് അതിരാവിലെ പോയി ക്യൂ നിൽക്കുന്നവർക്ക് നോട്ട് മാറി കിട്ടുമായിരുന്നു. നമ്മളെപ്പോൾ പോകുമായിരുന്നു? വെളുപ്പിനെ പോകുമായിരുന്നു. പക്ഷെ നമുക്ക് പള്ളിയിലേക്ക് വരുമ്പം ക്രിസ്ത്യാനിക്ക് ഭയങ്കര എളിമയാണ്. ഏറ്റവും ആദ്യം വന്നാൽ ഏറ്റവും പുറകിലിരിക്കും. നമുക്ക് അവിടെ ഒരു തിരക്കുമില്ല. കാരണം ബാക്കിയുള്ളവർ നന്നായിട്ട് ആരാധിച്ചോട്ടെ, ഈശോട് ചേർന്നിരുന്നോട്ടെ. അങ്ങനെ ഒരു എളിമയുള്ളവരാണ് നമ്മൾ. ആത്മീയ കാര്യങ്ങൾ അത് വേണ്ടാത്തതാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ഭവനത്തിലായിരുന്നു എൻ്റെ ശുശ്രൂഷ സമയത്തൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു വചനം ഇതായിരുന്നു. ഹഗായി പ്രവാചൻ്റെ പുസ്തകം. ഇന്നലെ സിസ്റ്റർ ആരാധനയുടെ സമയത്ത് വെറുതെ ഒരു വചനം എടുത്തപ്പോഴും അത് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് വിചിന്തനം ചെയ്യാം. അതിനെങ്ങനെയാണ് പറയുന്നത്? ഹഗായി പ്രവാചൻ്റെ പുസ്തകത്തിൽ ഒരു ദേവാലയം പണിയുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ, ചിന്തനകൾ നടക്കുക. അപ്പോൾ പ്രവാചകനോട് ദൈവം പറയുക, ഈ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയത്ത് നിങ്ങൾ മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ള സമയമാണോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ മൈക്ക് മാറ്റിയത് നിങ്ങൾ തിരിച്ചു പറയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. പുരുഷന്മാരുടെ ചേട്ടന്മാരുടെ ഭാഗത്ത് നിന്ന് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുടുംബത്തിലെ തലവൻ ആരാണ്? അതും അറിയത്തില്ല. എൻ്റെ ദൈവമേ, കാലഘട്ടം പോയ പോക്കേ. കുടുംബത്തിലെ തലവൻ ആരാണ്? അപ്പൻ. ഞാനല്ല. ഇവിടെ ഇരിക്കുന്നവരാണോ? അപ്പൊ അപ്പന്മാരുടെ സ്വരവും കരവും ഒക്കെ എപ്പോഴും എങ്ങനെ ചെയ്യണം? ഉയർന്ന്, ഭാര്യ തല്ലാനല്ല കേട്ടോ, ദൈവസന്നിധിയിൽ ഉയർന്നു നിൽക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ വചനം പറയുകയാണ്, ഈ സമയത്ത് ആലയം തകർന്നു കിടക്കുകയാണ്. അപ്പൊ എന്താ സംഭവിച്ചെന്ന് പറയാണ്, നിങ്ങളേറെ വിതച്ചു, കുറച്ച് മാത്രമേ കൊയ്തുള്ളൂ. നിങ്ങൾ ഏറെ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തിയാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തരാകുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിര് മാറുന്നില്ല. കൂലി ലഭിച്ചു, എന്നിട്ട് എന്ത് സംഭവിച്ചു? അത് ഓട്ടസഞ്ചിയിലാണ് മാത്രം, കിട്ടിയതൊന്നും ബാക്കിയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്തു എന്ന് പറഞ്ഞ് പ്രവാചകനിലൂടെ പറയുന്ന ഒരു കാര്യം ഇതാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, വിദൂരങ്ങളിൽ പോയി തടികൾ ശേഖരിച്ചു കൊണ്ടുവന്ന് എന്ത് ചെയ്യണം? എൻ്റെ ആലയം പുതുക്കി പണിയണം. സ്നേഹമുള്ളൊരു വചനം ഇപ്രകാരം ഓർപ്പിക്കുന്നുണ്ട്. ലേഖനത്തിൽ പൗലോസ് ശ്ലീഹാ ലേഖനത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നമ്മൾ ഓരോരുത്തരും. ഈ ആലയം തകർന്നു കിടക്കുന്നതിനെ കുറിച്ച് അവിടെ പറയുക. ഈ പള്ളി ഇപ്പൊ പൊളിഞ്ഞോ, ഇത് ഉയർത്തിയോ പണിതോ, അതിലല്ല കാര്യം. ഞാനാകുന്ന ആലയം തകർന്നു കിടക്കുമ്പോൾ, ഇനി മറ്റൊരു രീതി നമ്മൾ ചിന്തിച്ചാൽ, നമ്മുടെ ഇടവകയിൽ ഇന്ന് ഈ ധ്യാനത്തിന് കടന്നു വരാത്ത, അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾക്ക് വരാത്ത, വർഷങ്ങളായി ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് വരാത്ത ഒത്തിരിയേറെ ആലയങ്ങളുണ്ട്. മദ്യത്തിലും മയക്കുമരുന്നിലും ലഹരിയിലൊക്കെ തകർന്നു കിടക്കുമ്പോൾ, ഞാൻ എല്ലാ ദിവസവും പള്ളി വരുന്ന വ്യക്തി, ഞാൻ എൻ്റെ കുടുംബം, എൻ്റെ കാര്യം എന്ന് മാത്രം ചിന്തിച്ചിരിക്കേണ്ടവരല്ല സ്നേഹമുള്ളവരെ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ, കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും 4 മക്കളും, ഒരു മകൻ തലതിരിഞ്ഞു പോയാൽ പോട്ടെ എന്ന് വെക്കുവോ? മാതാപിതാക്കളെ പോട്ടെ എന്ന് വെക്കുവോ? ഇല്ല. ബാക്കിയുള്ളവർ അവന് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കും, എങ്ങനെയും നേരെ കൊണ്ടും പരിശ്രമിക്കും. ഈ ഇടവകയാകുന്ന കുടുംബത്തിൽ അനേകർ തകർന്നു കിടക്കുമ്പോ, എനിക്ക് അത്യാവശ്യം സമ്പത്തുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, സുഖമുണ്ട്, സൗകര്യമുണ്ട്, ഞാൻ അത്യാവശ്യം എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, ആത്മീയ കാര്യങ്ങളിൽ കുറവൊന്നുമില്ല, എൻ്റെ മക്കളും ആത്മീയമായിട്ട് കുറവൊന്നുമില്ല, അങ്ങനെ അങ്ങ് പോയാൽ മതി. അല്ല. ഈ ഇടവകയിലെ ഓരോ കുഞ്ഞിന്റെ ആത്മാവിന്റെ കാര്യത്തിൽ നമുക്ക് ബാധ്യസ്ഥരാണ്, നമ്മൾ കണക്ക് പറയേണ്ടതുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് വചനം പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ ആലയമായി ശരീരത്തെ കുറിച്ച് ഇനി ചിന്തിക്കണം. തെറ്റിദ്ധരിക്കരുത്. തിന്നുകൊഴുത്ത് തടിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞത്. പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഈ ആലയത്തെ എത്രമാത്രം വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാവോ അതിനെക്കുറിച്ച് ഞാൻ ഇനി ചിന്തിക്കണം. അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കണം. നമ്മൾ ഇസ്രായേൽ ജനത്തെ കാണുന്നുണ്ട്. അവർ കാനാൻ ദേശത്തേക്ക് പോകുന്ന വഴിക്ക്
ഇവിടെ ഇരിക്കുന്ന പലരും പറയാറുണ്ട്, അല്ലെങ്കിൽ യുവജനങ്ങൾ ചിന്തിക്കാറുണ്ട്, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പറയാറുണ്ട്, ഞാനും ചിന്തിച്ചിട്ടുണ്ട്, അധ്വാനിച്ചില്ലെങ്കിൽ, പൈസ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ സ്നേഹമുള്ളവരെ? ഇവിടെ മൂകരും ബദിരരുമായ പിശാച് ബാധിച്ചവരാണോ? എന്തെങ്കിലും തിരിച്ചു പറയണം. പറ്റുമോ? നിങ്ങളിപ്പോൾ ഒരു വിജാതിയനെ പോലെ എന്നെ കാണുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ ഒരാളാണ് നിങ്ങൾ തിരിച്ചു പറയില്ലേ? തെറി പറയരുത്, ബാക്കി എന്നെ വേണേലും പറഞ്ഞോ, കുഴപ്പമില്ല, ഇച്ചിരി തുറന്ന് സംസാരിക്കണം. പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ ദൈവം നയിച്ചത് ഓർക്കണ സ്നേഹമുള്ളവരെ, ലക്ഷക്കണക്കിന് മനുഷ്യര് അവർ അധ്വാനിച്ചിട്ടല്ല ദൈവം അവരെ കൊണ്ടുപോയത്. വചനം എങ്ങനെയാ പറയുന്നത്? അവര് 40 വർഷം നടന്നിട്ടും അവരുടെ വസ്ത്രം മുഷിഞ്ഞില്ല. 40 വർഷം നടന്നിട്ടും അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല. നോക്കിയേ ദൈവപരിപാലന. അതുകൊണ്ട് നമ്മൾ ഓടേണ്ടത് സമ്പത്തുണ്ടാക്കാനും സ്ഥാനമാനങ്ങളും നേടാനും ഈ ലോകത്തിന്റെ സുഖത്തിനും വേണ്ടിയല്ല, ആത്മാവിന് വേണ്ടി അധ്വാനിക്കണം. ഇനിയുള്ള ഓരോ നിമിഷവും എൻ്റെ ആത്മാവിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, ഭൗതികമല്ല ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി, എൻ്റെ തലമുറ ദൈവവിശ്വാസമുള്ളവരായി തീരാൻ വേണ്ടി ഞാൻ അധ്വാനിക്കണം സ്നേഹമുള്ളവരെ. ഞാൻ കഷ്ടപ്പെടണം. അതിനുവേണ്ടി ഓരോ ക്രിസ്ത്യാനിയുടെയും വിളി. ബാക്കിയൊക്കെ ദൈവം കൂട്ടിച്ചേർത്ത് തന്നുകൊള്ളും. OET പഠിച്ച് ഫോറിൻ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി ഞാൻ വ്യഗ്രതപ്പെടേണ്ട, എനിക്ക് പോകേണ്ടതാണോ? എൻ്റെ ദൈവം എന്നെ കൊണ്ടുപോയിക്കോളൂ. പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവം പരിപാലിക്കുന്ന, ദൈവം തെരഞ്ഞെടുത്ത ഒരു ജനമാ ഇസ്രായേൽ. നമ്മൾ ഓരോരുത്തരും ആ ഒരു വിശ്വാസം ഉണ്ടാവണം, ആ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. ഇവിടെ ഇരിക്കുന്ന ചാച്ചന്മാരെ, നിങ്ങളുടെ പലരുടെയും ജീവിത പങ്കാളിമാർ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടാവും. ജീവിച്ചിരിപ്പുള്ളവരെന്ന് കാര്യങ്ങൾ ഉയർത്തിക്കുക. ഭാര്യമാർ മനസ്സിൽ ജീവിച്ചോ മരിച്ചോ എന്നല്ല, ഓക്കെ, കാര്യങ്ങൾ താഴ്ത്ത. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഒരു 7 മണിയാകുമ്പോൾ എഴുന്നേറ്റു, പല്ലൊക്കെ തേച്ചു, ഫ്രഷായി, ന്യൂസ് പേപ്പറൊക്കെ ഒന്ന് വായിച്ചു, ഡൈനിങ് ടേബിളിൽ വന്നു, ഭക്ഷണം എടുത്ത് കഴിച്ചു, പിന്നെ നിങ്ങളുടേതായ ജോലിക്ക് പോയി, വൈകുന്നേരം വന്നു, കുളിച്ചു, ചായ കുടിച്ചു, ഇങ്ങനെ അങ്ങ് പോകുന്നതിനിടയിൽ ഈ ജീവിത പങ്കാളി എന്ന് പറയുന്ന ഒരെണ്ണം അടുക്കളയിലുണ്ടെന്ന്, അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടെന്നുള്ള ചിന്തയോടുകൂടി അല്ലേ ജീവിക്കുന്നേ? ആണോ അല്ലയോ? അമ്മച്ചിമാരെ, ആണോ അല്ലയോ? നിങ്ങൾ കുടുംബത്തിൽ അപ്പനമ്മയും മക്കളും തമ്മിൽ സംസാരിക്കാറുണ്ടോ? ഉണ്ടോ? കൂടെയുള്ളവരോട് നിങ്ങളുടെ സ്നേഹം പങ്കുവയ്ക്കാറുണ്ടോ? മിണ്ടൂല്ലല്ലോ. ഉണ്ട്. എന്നാൽ അറിയണം, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് കൂടെ നടക്കുന്ന ദൈവത്തെ ഞാൻ തിരിച്ചറിയാറുണ്ടോ? ആ ദൈവത്തിന്റെ ഹിതത്തെക്കുറിച്ച് ഞാൻ ആരായാറുണ്ടോ? എഫെസോസ് 2:10 പറയുന്നു, നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. എങ്ങനെയെങ്കിലും ജനിച്ചു വളർന്ന് മരിച്ചു പോയാൽ പോരാ. എന്നെക്കുറിച്ച് ദൈവം എഴുതി വെച്ചിരിക്കുന്ന പദ്ധതി നിറവേറണം. അത് നിറവേറണമെങ്കിൽ എൻ്റെ ദൈവത്തോട് ഞാൻ ചേർന്നിരിക്കണം. സ്നേഹമുള്ളവരെ, പ്രഭാതത്തിൽ ഞാൻ ഉണരുമ്പോൾ മുതൽ രാത്രിയിൽ ഉറങ്ങുമ്പോൾ വരെ ദൈവചിന്ത ഉള്ളവളായിട്ട് ഞാൻ നടന്നു പോകണം. ദൈവചിന്തയുണ്ടെങ്കിൽ ഞാൻ പാപ വഴിയിലേക്ക് കടന്നു പോവില്ല. പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞെന്ന് പറയണ്ട, ഹല്ലേലൂയ പറയുമ്പോൾ കൂടെ പറയുക ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ജോഷുവ പ്രവാചകന്റെ പുസ്തകം. ഒരു പക്ഷേ സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒത്തിരിയേറെ കാലങ്ങളായി പ്രാർത്ഥിച്ചു, പല കാര്യങ്ങളും നടക്കുന്നില്ല. ഒത്തിരിയേറെ കാലങ്ങളായി കഷ്ടപ്പെടുന്നു, ഒരു ഉയർച്ചയുമില്ല. 1-2 സംഭവങ്ങൾ മാത്രം നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ മുമ്പോട്ട് പോവുക. ഇസ്രായേൽ ജനത്തെ ദൈവം നയിച്ചതാണോ? ആണോ അല്ലയോ? ഉറങ്ങുന്നവർ പറഞ്ഞേ ആണോ അല്ലയോ? ആകണ്ട, ഇത്രയെണ്ണം ഉറങ്ങുക. എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. പള്ളിയിലേക്ക് വന്നേക്കുക, വീട്ടിലൊന്നും ഉറങ്ങാൻ സ്ഥലമില്ലേ? അപ്പോ ദൈവം അവരെ നയിക്കുകയാണ്. അവരുടെ പ്രതിസന്ധികളെല്ലാം ദൈവം കൂടെ ഉണ്ടായിരുന്നു. ഒരിടത്തും അവർ പരാജയപ്പെട്ടില്ല. പക്ഷെ പരാജയപ്പെട്ടതൊക്കെ ദൈവഹിതത്തിന് വിപരീതമായി ദൈവിക വഴിയിൽ അവർ മാറി ജീവിച്ചപ്പോഴൊക്കെയാണ് അവർ പരാജയപ്പെട്ടത്. സ്നേഹമുള്ളവരെ, നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേൽ ജനം ജെറീക്കോ എന്ന് പറയുന്ന ഒരു പട്ടണത്തെ കീഴടക്കാൻ പോവുകയാണ്. വലിയ മതിലുകളാൽ ചുറ്റപ്പെട്ടിരിക്കുകയായിരുന്നു, മതിൽ കെട്ടിയിരിക്കുകയായിരുന്നു. അവർക്ക് അതിനകത്തേക്ക് കിടക്കാൻ പോലും പറ്റില്ല. എന്നാൽ യോശുവ ദൈവസന്നിധിയിൽ കരഞ്ഞു. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോ, ഒരു പ്രശ്നം വരുമ്പോ ദൈവസന്നിധിയിൽ കരയണം. ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പിലേക്ക് വന്ന് മുട്ടുകുത്തണം. അങ്ങനെ ജോഷുവ കരഞ്ഞു കഴിഞ്ഞപ്പോ ദൈവം പറഞ്ഞു, നീ എന്തിനാ കരയുന്നേ? ക്രിസ്ത്യാനി, ദൈവം ചോദിക്കുക, നീ എന്തിനാ കരയുന്നേ? ശക്തനായ ഞാൻ നിന്റെ കൂടെ ഇല്ലേ? യോശുവയുടെ ദൈവം പറഞ്ഞു, നീ പോവുക, പോയിട്ട് 7 ദിവസം ഈ കോട്ടയ്ക്ക് ചുറ്റും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വലം ചെയ്യുക. 7-ാം ദിവസം 7-ാം പ്രാവശ്യം വലം ചെയ്യുമ്പോൾ കോട്ട തകർന്ന് താഴെ വീണു. അവര് ആ ദേശത്തെ സ്വന്തമാക്കി. പറഞ്ഞേ ഹല്ലേലൂയ. അവർ യുദ്ധം ചെയ്തിട്ടാണോ? അവരധ്വാനിച്ചിട്ടാണോ? അല്ല. ദൈവം അവർക്ക് ആ ദേശം കയ്യിൽ കൊടുത്തു. എന്നാൽ തൊട്ടടുത്ത് ഐ എന്ന് പറയുന്ന ഒരു പട്ടണം, ആ പട്ടണത്തോട് യുദ്ധം ചെയ്യാൻ അവർ പോവുകയാണ്. വെറും ചെറിയൊരു രാജ്യം,
പക്ഷേ 3000-ഓളം പേര് പോയി, 300-ഓളം പേര് മരിച്ചുപോയി, ഒത്തിരിയേറെ പേർക്ക് പരിക്കേറ്റു. ഇസ്രായേൽ ജനം പരാജയപ്പെട്ടു. എന്തുകൊണ്ട്? ദൈവം കൂടെയില്ലായിരുന്നോ? ദൈവം കൂടെയില്ലായിരുന്നോ? ഇസ്രായേൽ ജനം വെറും 40 ദിവസം കൊണ്ടാണ് അനുഗ്രഹത്തിന്റെ ദേശത്തെത്തേണ്ടിയിരുന്നത്. എന്നാൽ വചനം പറയാ, അവരുടെ അകൃത്യ നിമിത്തം 40 വർഷം അവർ നടന്നു. സ്നേഹമുള്ളവരെ, ചിലപ്പോ ചില കുടുംബങ്ങൾ പരാജയത്തിലേക്ക് പോകുന്ന, എത്ര അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്തതിന്റെ, ഒന്നും ഉയരാത്തതിന്റെ ചില കാരണം ചിലപ്പോ ആ കുടുംബത്തിൽ ചിലര് ചെയ്തു വെച്ചിരിക്കുന്നതിന്റെ ആവാം. ചിലപ്പോ ഇപ്പോഴായിരിക്കുന്ന ഞാൻ ചെയ്യുന്ന അപ്പൻ എന്ന നിലയിൽ ഞാൻ ചെയ്യുന്ന പാപത്തിന്റെ ഫലം ആ കുടുംബത്തിൽ വരുന്നത് കൊണ്ടാവാം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. വചനം പറയുകയാണ്, 40 ദിവസം കൊണ്ട് അനുഗ്രഹം പ്രാപിക്കേണ്ടവർ 40 വർഷം നടന്നു. ഒരു ദിവസത്തിന് 1 വർഷം എന്ന രീതിയിൽ അവർ നടക്കേണ്ടി വന്നു എന്ന് പറയുന്നു. എന്നാൽ ജോഷുവ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനം പറയുക, ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം, ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുക. പാപം മൂലം, വെറുപ്പ് മൂലം, വിദ്വേഷം മൂലം, ജഡികത മൂലം തകർന്നു കിടക്കുന്ന ഈ ആലയത്തെ ഞാൻ പടുത്തുയർത്താൻ, നാളെ മുതൽ, ഈ നിമിഷം മുതൽ വിശുദ്ധിയിൽ ജീവിക്കാൻ ഞാൻ തീരുമാനമെടുക്കുമ്പോ, വിശുദ്ധിയിൽ ജീവിക്കാൻ ഞാൻ പരിശ്രമിക്കുമ്പോ, ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവം ക്രമപ്പെടുത്താൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, പാപം ചെയ്യുക മാനുഷിക. നമ്മളൊക്കെ മനുഷ്യരാണ്, നമ്മളൊക്കെ പാപം ചെയ്തു പോകും. എത്രമാത്രം വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോഴും നമ്മൾ വീണുപോയി എന്ന് വരാം, യാതൊരു സംശയമില്ല. എന്നാൽ ചെയ്യേണ്ട ഒരു കാര്യം, വചനപ്രകാരം പറയുന്നേ, അനുദപിക്കുന്ന ഒരു പാപിയെ ഓർത്ത് സ്വർഗത്തിൽ സന്തോഷിക്കും. അത്രേ ഉള്ളോ? വലിയ സന്തോഷം ഉണ്ടാവും. എന്ത് ചെയ്യണം? അനുദപിക്കാൻ നമ്മൾ തയ്യാറാവണം, പിന്തിരിഞ്ഞു വരാൻ നമ്മൾ തയ്യാറാവണം. പാപം ചെയ്തു പോവുക എന്നുള്ളത് മാനുഷികമാണ്, ഇത് ജഡമാണ്. ഈ ജഡത്തിന്റെ ചിന്ത എന്ന് പറയുന്നത് സുഖിക്കുക എന്നുള്ളതാണ്. പാപ വഴിയിലേക്ക് വീണു പോകും. പക്ഷെ സ്നേഹമുള്ളവരെ, നമ്മൾ എന്ത് ചെയ്യണം? പിന്തിരിയാൻ ഈ ജഡത്തെ. അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ ഇവിടെ നോമ്പ് നോക്കുന്നവർ, ഈ 25 നോമ്പ് നോക്കുന്നവരൊന്ന് കരങ്ങൾ ഉയർത്തിക്കുക. നോക്കുന്നവരല്ല, എടുക്കുന്നവര്. ഇങ്ങനെ പകുതിയേ ഉള്ളൂ. മീൻ കൂട്ടുന്നുണ്ട്, ഇറച്ചി കൂട്ടുന്നില്ല. കാരണം ഇറച്ചി എല്ലാ ദിവസവും വീട്ടിൽ മേടിക്കുന്നില്ല. നന്നായിട്ടൊന്ന് കരങ്ങൾ ഉയർത്തിയായി നോമ്പ് നോക്കുന്നവര് കരങ്ങൾ താഴ്ത്താം. എന്തിനാ നോമ്പ് നോക്കുന്നേ? ശരീരത്തിന്റെ വികാരങ്ങളെ കീഴ്പ്പെടുത്താൻ, ആത്മാവിനെ ഉയർത്താൻ വേണ്ടി. അപ്പൊ സ്നേഹമുള്ളവരെ, നമ്മള് കുമ്പസാരം എന്ന കൂദാശ സഭയിൽ ഈശോ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. കുമ്പസാരം എന്ന കൂദാശ, കുഞ്ഞുമക്കളെ, സൺഡേ സ്കൂളിൽ പഠിക്കുന്ന മക്കളെ, ആര് സ്ഥാപിച്ചതാണ്? ഏത് വിശുദ്ധൻ സ്ഥാപിച്ച കുമ്പസാരം എന്ന കൂദാശ? ജോൺ മരിയ വിയാനിയോ? ഞാൻ ആദ്യം ഉത്തരം പറഞ്ഞു പോയി. ഈശോ സഭയിൽ സ്ഥാപിച്ച കൂദാശയാണ് എന്ത്? വിശുദ്ധ കുമ്പസാരം. എന്തിനു വേണ്ടി? പാപം ചെയ്യുന്ന ഒരു വ്യക്തി ദൈവവുമായി, മനുഷ്യരുമായി, പ്രപഞ്ചവുമായി തന്നോട് തന്നെയും അകൽച്ച ഉണ്ടാകുന്നു. എന്നാൽ കുമ്പസാരം എന്ന കൂദാശ വഴി ഈ 4 മേഖലയിലും ഐക്യം ഉണ്ടാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് ഈശോ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങൾ എല്ലാവരും എൻ്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പാപത്തിന്റെ ഭാരവുമായിട്ട് കുമ്പസാരക്കൂട്ടിലേക്ക് കടന്നു ചെല്ലുക. ഈശോ നമ്മളെ സ്വതന്ത്രരാക്കും. സ്നേഹമുള്ളവരെ, ഈശോ സ്ഥാപിച്ച കരുണയുടെ വാതിലാണ് കുമ്പസാരം. നമ്മളിവിടെ പലരും അടുത്തടുത്തൊക്കെ കുമ്പസാരിക്കുന്നവരുണ്ടാവും. ഇവിടെ ഇരിക്കുന്നവരല്ല, വീട്ടിലുള്ളവര് ആദ്യ കുർബാനയ്ക്ക് കുമ്പസാരിച്ചവർ ഉണ്ടാവും, പിന്നീട് കുമ്പസാരിച്ചിട്ടുണ്ടാവില്ല. വിവാഹ ദിവസം അച്ഛൻ്റെ നിർബന്ധം കൊണ്ട് കുമ്പസാരിച്ചു, 50 വയസ്സായി 60 വയസ്സായി, പിന്നെ കുമ്പസാരിച്ചിട്ടില്ല. അങ്ങനെയുള്ള പുരുഷന്മാർ കാണും എന്ന് പറയുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്ന. അല്ല, സ്ത്രീകളുടെ ഭാഗത്തും ഉണ്ട് അങ്ങനെയുള്ളവർ. യുവതികളെ കണ്ടിട്ടുണ്ട്, 15 വർഷമായി 7 വർഷമായൊക്കെ കുമ്പസാരിച്ചിട്ട്. അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ സ്നേഹമുള്ളവരെ. 7 ദിവസം കൂടുമ്പോൾ കുമ്പസാരിക്കണം, 7 ദിവസം കൂടുമ്പോൾ. ഇനി അതിന്റെ അളവ് നിങ്ങൾ തീരുമാനിക്കാം. പാപം ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു, കുമ്പസാരിക്കുമ്പോൾ ദൈവത്തോട് അകലുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ തീരുമാനിക്കുക എത്ര ദിവസം കൂടുമ്പോൾ ദൈവത്തോട് അകലണം. ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നിടത്തോളം കാലം ദൈവത്തിന്റെ കൃപ വരില്ല. വചനം പറയുന്നത്, പാപം ചെയ്യുന്നവൻ സ്വന്തം ഭവനത്തിൽ, പാപം ചെയ്യുന്നവൻ പാപത്തിന് അടിമയാണ്, അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അടിമ ഭവനത്തിൽ നിന്ന് പുറത്ത, ഭവനത്തിലുള്ള ഒരനുഗ്രഹവും ഒരു കൃപയും ഒന്നും ലഭിക്കില്ല.
ഭവനത്തിലേക്ക് തിരിച്ചു വരാനുള്ള വഴിയാണ് കരുണയുടെ വാതിൽ, കുമ്പസാരക്കൂടിൽ. വലതുകരം ഉയർത്തി പറയാം, ഹല്ലേലൂയാ, യേശുവേ നന്ദി. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ നമ്മൾ മരണം വരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അടുത്തടുത്ത് കുമ്പസാരിക്കണം. ദൈവകൃപ കുടുംബത്തിലേക്ക് കടന്നു വരും. നമ്മൾ പാപം ചെയ്തു പോവുക സ്വാഭാവികം. പക്ഷേ എന്ത് ചെയ്യണം? ഉടനെ കുമ്പസാരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ഐക്യപ്പെടാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അപ്പൊ ചിലരൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, വൈദികന്റെ അടുത്ത് പോയി പാപം പറയേണ്ട ആവശ്യമുണ്ടോ? വീട്ടിലിരുന്ന് അനുദവിച്ചാ പോരെ, മതിയോ? മത്തായി 18:18 പറയുന്നു, ഈശോ മരിച്ചടക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പോയി ഭൂമിയിലുള്ള എല്ലാവരെയും സുവിശേഷം പ്രഘോഷിക്കുവിൻ, അവരെ ശിഷ്യപ്പെടുത്തുവിൻ. ഭൂമിയിൽ നിങ്ങൾ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട് വൈദികന് ദൈവം നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ചാണ് വൈദികൻ ബന്ധനങ്ങൾ അഴിക്കുന്നത്. അതുകൊണ്ട് കുമ്പസാരക്കൂട്ടിൽ പോയി പാപങ്ങൾ ഏറ്റു പറയണം. വീണ്ടും വചനം പറയുന്നുണ്ട്, യോഹന്നാൻ ശ്ലീഹ എന്ത് പറയുക? നീ പാപം ഏറ്റു പറയുന്നെങ്കിൽ അവിടുന്ന് വിശ്വസ്തനും നീതിമാനുമാകിയാൽ നിന്റെ പാപങ്ങൾ ക്ഷമിക്കും, എല്ലാ അശുദ്ധിയിൽ നിന്നെ മോചിപ്പിക്കും. മനസ്സിൽ വെച്ചാൽ പോരാ, മനസ്സിലേറ്റു പറഞ്ഞാൽ പോരാ, കുമ്പസാരക്കൂട്ടിൽ പോയി ഏറ്റു പറയണം. സ്നേഹമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ ഒട്ടേറെ അനുഭവങ്ങൾ കുമ്പസാരക്കൂട്ടിൽ വെച്ച് ലഭിച്ചിട്ടുണ്ട്. ഈശോ കുമ്പസാരക്കൂട്ടിൽ ഇരിക്കുന്നു എന്ന് ഉറപ്പ് നൽകിയ അനേക അനുഭവങ്ങളുണ്ട്. പാപത്തിന്റെ ഭാരവുമായിട്ട് കുമ്പസാരക്കൂട്ടിൽ പോയി കുമ്പസാരിച്ച് പഞ്ഞി പോലെ എഴുന്നേറ്റ് പോകുന്ന അവസ്ഥകളുണ്ട്. ദൈവം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹത്തിന്റെ കൃപയുടെ സമയമാണ് കുമ്പസാരക്കൂട്. ഒരിക്കലും ഒരു സ്ഥലത്ത് ഞാൻ കുമ്പസാരിക്കാൻ വേണ്ടി പോകാൻ തലേ ദിവസം ഒരുങ്ങി. അങ്ങനെ ഒരുങ്ങി പിറ്റേ ദിവസം വൈകുന്നേരം 3 മണി സമയമായപ്പോൾ കുമ്പസാരക്കൂട്ടിൽ പോയി മുട്ടുകുത്തി. പ്രായമായ വിൻസെന്റ് കുരിശുമൂട്ടിൽ എന്ന് പറഞ്ഞ ഒരു കപ്പൂച്ചൻ അച്ഛൻ്റെ മുമ്പിലെ മുട്ടുകുത്തിയെ. സ്നേഹമുള്ളവരെ, ആ കുമ്പസാരക്കൂട്ടിൽ ചെന്ന് മുട്ടുകുത്തിയപ്പോഴേ കണ്ണീരോടെ കുമ്പസാരിക്കാൻ കൃപ കിട്ടി. പ്രൈസ് ദി ലോർഡ്, പറഞ്ഞേ ഹല്ലേലൂയ. വചനം പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം നൽകും. പാപബോധം നൽകുന്നത് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പ്രാർത്ഥിച്ചൊരുങ്ങി കുമ്പസാരക്കൂട്ടിലേക്ക് പോകും, പരിശുദ്ധാത്മാവോട് ഇടപെടും. അങ്ങനെ ഞാൻ അനുതാപത്തോടെ കണ്ണീരോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. അച്ഛൻ തരുന്ന പ്രാശ്ചിത്വ ഉപദേശമൊക്കെ കേട്ടുകൊണ്ട് ഞാനിങ്ങനെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ചു നിന്നു. തലേ ദിവസം വൈകുന്നേരം കുമ്പസാരത്തിന് പോകാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു, എൻ്റെ ഈശോയെ, അച്ഛനെ കൊണ്ട് തലയൊക്കെ ഒന്ന് കൈവച്ച് പ്രാർത്ഥിപ്പിക്കണം, അച്ഛൻ്റെ കാലിലൊന്ന് ചുംബിക്കണം, ഈശോയാണല്ലോ അവിടെ. ഇങ്ങനെ ഞാൻ മനസ്സിൽ ആലോചിച്ചായിരുന്നു. തലേ ദിവസം രാത്രിയിൽ പ്രാർത്ഥിച്ചായിരുന്നു. ഞാനിങ്ങനെ ഉപദേശവും കേട്ട് പ്രാശ്ചിത്വവും കേട്ടിരിക്കുമ്പോൾ 2 കൈ വന്ന് ശിരസിലേക്ക് വീണു. ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ അച്ഛൻ എഴുന്നേറ്റ് നിന്റെ എൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. എനിക്ക് വലിയ സന്തോഷമായി. എൻ്റെ ഈശോ എൻ്റെ മനസ്സറിയുന്നുണ്ടല്ലോ, കുമ്പസാരക്കൂട്ടിൽ ഈശോ ഉണ്ടല്ലോ. ഞാൻ വീണ്ടും കണ്ണടച്ച് സ്തുതിക്കാൻ തുടങ്ങി. സ്നേഹമുള്ളവരെ, സകലം കഴിഞ്ഞപ്പോൾ 2 കൈകൾ എൻ്റെ കഷത്തിൽ വീണു. അച്ഛൻ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് എൻ്റെ 2 കവിളിൽ ഉമ്മ തന്നു. ഹല്ലേലൂയ. കുമ്പസാരക്കൂട്ടിൽ ആരായിരിക്കുന്നേ? ആരാ? അതുകൊണ്ട് കുമ്പസാരക്കൂടിനോട് അണയാൻ ഭയപ്പെടേണ്ട. ദൈവപിതാവിന്റെ കരുണയാണ്, സ്നേഹമാണ് അവിടെ ഒഴുകിയിറങ്ങുന്നത്. സ്നേഹമുള്ളവരെ, നിയമാവർത്തന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ 6-ാം അധ്യായത്തില് ദൈവം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. കൽപ്പനകൾ നൽകി. എന്നിട്ട് പറയുകയാണ്, നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നോട് ആജ്ഞാപിച്ച കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും ഇവയാണ്. നിങ്ങളും നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും ഞാനും നൽകുന്ന ദൈവമായ കർത്താവിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിതകാലം മുഴുവൻ അവിടുത്തെ ഭയപ്പെടുന്നതിന്, നിങ്ങൾ ദീർഘായുസ്സുണ്ടാകുന്നതിനും വേണ്ടിയാണിവ. ആകയാൽ ഇസ്രായേലേ കേൾക്കുക, നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തതുപോലെ തേനും പാലും ഒഴുകുന്ന നാട്ടിൽ നിങ്ങൾ വർദ്ധിക്കാനും ധാരാളമായി വർദ്ധിക്കാനും വേണ്ടി ഈ കൽപ്പനകൾ അനുസരിക്കണം. സ്നേഹമുള്ളവരെ, കൽപ്പന അനുസരിച്ച് വേണം. ഞാൻ ആദ്യം പറഞ്ഞു, ദൈവത്തിന്റെ ഹിതം നമ്മൾ ആരായുന്നവരാവണം. ദൈവ കൽപ്പനകൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം, നമ്മുടെ അധരങ്ങളിൽ ഉണ്ടാവണം. ക്രൈസ്തവരായ മാതാപിതാക്കൾക്ക് പറ്റിയ പരാജയം നമ്മുടെ മക്കൾക്ക് നമ്മൾ ദൈവത്തെ കൊടുത്തില്ല, ദൈവവചനം കൊടുത്തില്ല, കൽപ്പനകൾ പഠിപ്പിച്ചില്ല. വചനം പറയുന്നുണ്ട്, ഇത് നീ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം നീ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം, ഇതിനെക്കുറിച്ച് സംസാരിക്കണം. വൈകുന്നേരം അത്താഴത്തിന് ഒന്നിച്ചു കൂടുമ്പോൾ വികാരിയച്ഛന്റെ കുറ്റമല്ല പറയണ്ടേ, കൽപ്പനകളെ കുറിച്ച് എന്ന് പറഞ്ഞാൽ വചനത്തെക്കുറിച്ച് വിചിന്തനം ചെയ്യണം, വചനം സംസാരിക്കണം, നിന്റെ മക്കളെ പഠിപ്പിക്കണം. തലമുറക്ക് നൽകാൻ വേണ്ടി ദൈവം നൽകിയ കൽപ്പനകള് 1-ാമത്തെ പ്രമാണത്തിലൂടെ അവിടുന്ന് ഇപ്രകാരം പറഞ്ഞു വയ്ക്കുക, നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത്. ഈ ലോകത്തിൽ ഒന്നിനെയും ദൈവത്തെക്കാൾ അധികം ഞാൻ പൂജിക്കരുത്, സ്നേഹിക്കരുത്, ഹൃദയത്തിൽ കൊണ്ടു നടക്കരുത്. ഇന്ന് ക്രൈസ്തവരായ നമുക്കെല്ലാം 1-ാം സ്ഥാനം സമ്പത്തിന്. അതുകൊണ്ട് ഒരു കുഞ്ഞ് ജനിച്ചു വീണപ്പോഴേ നമ്മൾ പ്ലാൻ ഇടുക, ഏത് സ്കൂളിലാണ് പഠിപ്പിക്കേണ്ടേ, ഏത് രാജ്യത്തേക്കാണ് പറഞ്ഞു വിടേണ്ടേ.
A+, ഇതല്ലാണ്ട് മക്കൾക്ക് കേൾക്കാനേ ഇല്ല. സൺഡേ സ്കൂളിൽ പറഞ്ഞു വിടുന്ന കാര്യത്തിൽ ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് സൺഡേ സ്കൂളിൽ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവിട്ടിട്ട് കൂട്ടാൻ വേണ്ടി പുറമെ വന്ന് നിന്നിട്ടുണ്ട്. അച്ഛനെയും അച്ഛൻ്റെ വല്യപ്പനെയും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് മാതാപിതാക്കൾ. 1 മണിക്ക് വിടേണ്ടതിന് 1:05 പോയി പോലും. ദൈവീക കാര്യത്തിന് 1ാം സ്ഥാനം ഞാൻ നൽകണം. ഇന്നലെ ഇവിടെ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് സന്ധ്യാപ്രാർത്ഥന നടത്തിയ കുടുംബാംഗങ്ങളൊന്ന് കൈ ഉയർത്തിക്കേ, കരങ്ങൾ താഴ്ത്തിക്കോ. കുടുംബ പ്രാർത്ഥന എൻ്റെ കുടുംബത്തിലില്ലേ? 1ാം പ്രമാണ ലംഘന. പ്രഭാതം മുതൽ ഈ നിമിഷം വരെ നയിച്ച എൻ്റെ ദൈവത്തിന് മാതാപിതാക്കളും മക്കളും ഒന്നിച്ചിരുന്ന് ആരാധിക്കുന്ന സമയമാണ് കുടുംബ പ്രാർത്ഥന. കുടുംബത്തിൽ ആരാധന നടക്കണം, അല്ലെങ്കിൽ അവിടെ പിശാച് കയറും. ധ്യാനം അവിടെ നടക്കും, തിരുനാളുകൾ നടക്കും. കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ മാതാപിതാക്കളും മക്കളും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഒന്നിച്ച് നിലനിൽക്കും. കുടുംബ പ്രാർത്ഥന എൻ്റെ വീട്ടിലില്ലേ? കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകാത്ത കുടുംബമാണ് ഞാൻ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം നൽകുന്നില്ല. ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കേണ്ട കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ആർക്കാണ് പ്രാധാന്യം? ഞാൻ ഭാവം, അഹങ്കാരം. പ്രഭാഷകന്റെ പുസ്തകം പറയുന്ന അഹങ്കാരിയെ ദൈവം തകർക്കും, അഹങ്കാരത്തോടൊപ്പം മറ്റു പാപങ്ങളും മുളയെടുക്കും തിരുവചനം പറയുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ ദൈവീക കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തയുള്ളവരാവണം. ദൈവത്തിന് ജീവിതത്തിൽ വില നൽകണം. ഞാൻ വിവാഹിതനാണ്, 5 കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ ഭാര്യ, 5 കുഞ്ഞുങ്ങൾ, എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട്. ഞാൻ സ്ഥിര വരുമാനമുള്ള ഒരു വ്യക്തിയല്ല. പക്ഷെ എൻ്റെ കുടുംബം സമൃദ്ധമായി ദൈവം നയിക്കുന്നുണ്ട്. ഞാൻ ദൈവകാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ ചെലുത്തുന്നത്, എൻ്റെ ദൈവത്തിൻ്റെ കാര്യത്തിലേക്കാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരും പണിയെടുക്കാതെ വീട്ടിലിരിക്കണമെന്നല്ല പറഞ്ഞ്, നമ്മൾ 1ാം സ്ഥാനം ദൈവത്തിന്, ഹൃദയത്തിൽ ദൈവത്തെ പൂജിക്കണം. ഞാൻ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ദൈവമഹത്വത്തിനായിട്ട് അത് ചെയ്യാനായിട്ട് തയ്യാറാവണം. മറ്റൊന്നിനും എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കരുത്. ഹൃദയത്തിൽ പൂജിക്കേണ്ടത് 1ാമത് ദൈവത്തെ. ജീവിത പങ്കാളിയോ സ്വർണ്ണാഭരണങ്ങളെയോ വസ്തുവകളെയോ എന്തിനെ തന്നെ ഞാൻ 1ാം സ്ഥാനം കൊടുത്താലും സ്നേഹമുള്ളവരെ, അത് ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമാണ്. ഞാൻ കണ്ടെത്തണം എൻ്റെ ജീവിതത്തിൽ 1ാമത് ആർക്കാണ് സ്ഥാനം. വീണ്ടും അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങളുടെ പിന്നാലെ പോകുന്ന വ്യക്തിയാണോ ഞാൻ? ഒരു സ്ഥലത്ത് ഞാൻ കല്യാണ ആവശ്യത്തിന് വേണ്ടി ചെന്നപ്പോൾ 9 മണി സമയമായി, എല്ലാവരും ഒരുങ്ങി. സാധാരണഗതിയിൽ ഈ സ്ത്രീകളൊക്കെ കല്യാണത്തിന് 1 മണിക്ക് പോകണമെന്ന് പറഞ്ഞാൽ 2 മണിയാകുമ്പോഴും ഒരുങ്ങി ഇറങ്ങുള്ളൂ. പക്ഷെ അന്ന് 9 മണിക്കെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും 9 മണിക്ക് റെഡിയായി. പക്ഷെ ഒരു പ്രായമായ മനുഷ്യൻ കതകിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുക, സമയമായില്ല പോലും. എന്നാ കാലവാ ഇവിടെ ഒന്നും ഇല്ല അങ്ങനെ. രാഹുകാല പോലും സമയമായില്ല. ക്രിസ്ത്യാനിക്കുണ്ടോ ഇങ്ങനെ ഒരു കാലം, ഇങ്ങനെ ഒരു സമയം? അന്ധവിശ്വാസങ്ങൾ. വചനം പറയുന്നത് നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. നിനക്ക് വിജയം നൽകുന്ന ദൈവം. ഈ ലോകത്തിന്റെ രാഹുകാലങ്ങളൊന്നും അല്ല നിനക്ക് വിജയം നൽകുന്നത്. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങളുടെ പിന്നാലെ പോകരുത്. പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തെ നയിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നീ കാനാൻ ദേശത്ത് ചെല്ലുമ്പോൾ അവിടെ വിജാതീയരായ പല മനുഷ്യരുണ്ട്. അവരുടെ ദുരാചാരങ്ങൾ, അവരവരുടെ ദൈവത്തെ ആരാധിക്കുന്ന ആചാരങ്ങളൊന്നും നീ ഏറ്റെടുക്കരുത്. ഇന്ന് ക്രൈസ്തവ യുവതി യുവാക്കളെ സംബന്ധിച്ച്, ക്രൈസ്തവ മാതാപിതാക്കളെ സംബന്ധിച്ചുള്ള ഒരു അബദ്ധം, യേശു ദൈവമാണോ എന്നറിയില്ല, ഏതാണ് ദൈവം എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. എല്ലാം ദൈവമല്ലേ, എല്ലാ മതത്തിലും ദൈവമില്ലേ, എല്ലാവരും ദൈവത്തിലല്ലേ? പല മാതാപിതാക്കളും പറയുന്ന കാര്യം ഇത്. ഈ ലോകത്തിൽ ഒരേ ഒരു ദൈവമേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് എന്ന് പറഞ്ഞ ഒരേ ഒരാളേ ഉള്ളൂ. ആര്? സർവശക്തനായ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവാധിപനായ ദൈവം. ആ ദൈവത്തിന് ജീവിതത്തിൽ 1ാം സ്ഥാനം നൽകണം. മറ്റൊരു ദേവാലയം, മറ്റൊരു വിഗ്രഹങ്ങളെ, മറ്റൊന്നിനെ ദൈവമായി ആരാധിക്കുന്നിടത്ത് ക്രിസ്ത്യാനി പോകാൻ പാടില്ല. അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. പ്രമാണ ലംഘനമാണ്. ദൈവം പറഞ്ഞു, നമ്മൾ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിലേക്ക് നോക്കാം. പ്രമാണം ലംഘിച്ചപ്പോഴാണ്, ദൈവകൽപ്പന ലംഘിച്ചപ്പോഴാണ് അവർക്ക് തകർച്ചകൾ ഉണ്ടായത്. ദൈവം ഇങ്ങനെ പറഞ്ഞ്, ഈ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്വന്തം ജനമാണ്. ഈ കൽപ്പനകൾ പാലിച്ചാൽ ഞാൻ നിങ്ങളുടെ ദൈവമാണ്, നിങ്ങൾ എൻ്റെ സ്വന്തം ജനമാ. കൽപ്പനകൾ ലംഘിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം ജനം അല്ലാണ്ടായി മാറുക. നിങ്ങളുടെ ദൈവമാകാൻ എനിക്ക് പറ്റാണ്ടാവുക. ദൈവത്തിന് ശക്തി ഇല്ലാഞ്ഞിട്ടല്ല. പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളിലോ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ പങ്കെടുക്കുകയോ ജൈവിളിക്കുകയോ അതിനോട് കൂട്ടുനിൽക്കുകയോ ചെയ്യുന്നത് 1ാം പ്രമാണ ലംഘന. ഇന്ന് മന്ത്രവാദത്തിൻ്റെയും കൂടോത്രത്തിൻ്റെയും പിന്നാലെ പോകുന്നത് ക്രിസ്ത്യാനികളാണ് കൂടുതലും. ഇനി മറ്റൊന്ന്, ചിലരിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുക, അയലോക്കത്തുള്ള
ആ വിജാതിയൻ ഈ വിജാതിയ ഞങ്ങൾക്ക് വേണ്ടി കൂടോത്രം ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ നശിക്കുവോ? കൂടോത്രം ചെയ്ത് നശിക്കുവോ? ഞാൻ കുമ്പസാരവും കുർബാനയും കുടുംബ പ്രാർത്ഥനയും വചനവായനയും കൂദാശ ജീവിതവും ഇല്ലെങ്കിൽ അതെനിക്ക് ബാധിക്കും. അല്ലെങ്കിൽ ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനാണോ? കുമ്പസാരവും കുർബാനയും കുടുംബ പ്രാർത്ഥനയും വചനവായനയും ഒക്കെ എന്റെ ജീവിതത്തിലുണ്ടോ? ഒന്നും എനിക്ക് എന്തെല്ലാം വലിയ കൂടോത്രം ചെയ്തോട്ടെ, അതവിടെ ഒരു കല്ല് പോലെ കിടക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ പല ക്രൈസ്തവരുടെയും പ്രശ്നം ഇതാണ്. ദൈവത്തിന് ശക്തിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരിക. അവർ ചെയ്തതുകൊണ്ടാ, ഇവർ ചെയ്തതുകൊണ്ടാ. അങ്ങോട്ടല്ല സ്നേഹമുള്ളവരെ നോക്കണ്ട, ഞാൻ എന്നിലേക്ക് നോക്കുക. അതിനൊന്നും നമ്മളെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. കുഞ്ഞുനാൾ മുതൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ കൊടുക്കാൻ പറ്റിയില്ലേ? ഞാൻ പരാജയപ്പെട്ടു പോയി. ദൈവത്തിന് എല്ലാ സമയവും ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകണം. ഹൃദയത്തിൽ ദൈവത്തെ പൂജിക്കണം, ദൈവത്തെ ആരാധിക്കണം. എൻ്റെ ജീവൻ, എൻ്റെ ജീവിതം, എനിക്കുള്ളതെല്ലാം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കണം. എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവിക വഴിയിൽ ഞാൻ വളർത്തണം. ഇനി നമുക്ക് പറ്റിയ മറ്റൊരു പരാജയമാണ് വചനവായന ഇല്ല. 2-ാം പ്രമാണം ഇങ്ങനെ പറഞ്ഞു, കർത്താവിന്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 15:16 പറയുന്നുണ്ട്, കർത്താവേ അങ്ങയുടെ നാമമാണല്ലോ ഞാൻ വഹിക്കുന്നത്, അങ്ങയുടെ വചനമാണല്ലോ നാമം. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. വചനം വായിക്കാതിരിക്കുന്നതും വചനം പ്രഘോഷിക്കാതിരിക്കുന്നതും വചനം ജീവിക്കാതിരിക്കുന്നതും തിന്മയാണ്. ഇന്നോളം ബൈബിൾ കയ്യിൽ എടുത്തിട്ടില്ലാത്ത എത്രയോ മാതാപിതാക്കളുണ്ട്, എത്രയോ യുവതി യുവാക്കളുണ്ട്. കുഞ്ഞുങ്ങളെ എല്ലാ ദിവസവും ഒരധ്യായമെങ്കിലും ബൈബിൾ വായിക്കണം. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഇതാ നമുക്ക് സ്വസ്ഥത നൽകുന്നത്, വിജയം നൽകുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനകൾ അടങ്ങിയിരിക്കുന്നതാണ് വചനം. ഈ വചനം വായിക്കണം. 2 മാതാപിതാക്കളെ, കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. സമൃദ്ധമായ ഭക്ഷണവും സമൃദ്ധിയല്ല നൽകേണ്ടത്, വചനം പറഞ്ഞു കൊടുക്കണം, വചനം വിളമ്പിക്കൊടുക്കണം. കുടുംബത്തിൽ ഇത് കുടുംബത്തിൽ നിന്നാണ് കിട്ടേണ്ടത്. ആദ്യം മതാധ്യാപകരും വികാരിയച്ഛനും അല്ല കൊടുക്കണ്ടേ, കുടുംബത്തിൽ വചന വായന ഉണ്ടാവണം. കുരിശു വരച്ച് കഴിഞ്ഞ് വായിക്കുന്നത് പോരാ, എല്ലാവരും ഒരധ്യായെങ്കിലും ബൈബിൾ വായിക്കണം. ഈ വചനത്തെക്കുറിച്ച് കുടുംബത്തിൽ സംസാരം ഉണ്ടാവണം. 2, കുറച്ചു മുമ്പ് നമ്മൾ പ്രാർത്ഥിച്ചു. 2-ാം പ്രമാണ ലംഘനത്തിന്റെ ഭാഗത്തേക്ക് വരുന്നത്, ദൈവം തെരഞ്ഞെടുത്ത ദൈവവചനത്തിനു വേണ്ടി മാറ്റിവെക്കപ്പെട്ട ജീവിതങ്ങളെ കരുതയ്ക്കുന്നത്, അവർക്കെതിരെ കരമുയർത്തുന്നത് പ്രമാണ ലംഘനമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനത്തിനു വേണ്ടി, ദൈവത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചിരിക്കുന്നവരാണ് വൈദികര്, സിസ്റ്റേഴ്സ്. അതിനിങ്ങനെ പറയുന്നത്, സങ്കീർത്തനം 105:15, എൻ്റെ അഭിഷിക്തനെ നീ തൊട്ടുപോകരുത്. അഭിഷിക്തനെ നീ തൊട്ട് മിണ്ടൂല്ലോ, തൊട്ട് പോകരുത്. വൈദികർക്കെതിരെ സ്വരമുയർത്തരുത്. നമ്മുടെ പാമ്പ്ളാനി പിതാവിനെ നിങ്ങൾ അറിയായിരിക്കും. ഒറിജിനൽ നടന്നൊരു സംഭവം. ഒരിക്കല് പിതാവ് ഒരു ഇടവകയിൽ തിരുനാളിന് പോവുകയാണ്. കൊച്ചച്ഛനായിരുന്നു. അയലൊക്കത്തെ ഇടവയിലേക്ക് തിരുനാളിലിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ആൾക്കാരെല്ലാം പുറകോട്ട് ഓടുക. 2-3 ഗുണ്ടകൾ തിരുനാളിന് വിടാതെ അവിടുന്ന് എല്ലാവരും തിരിച്ചു ഓടിക്കുക. അപ്പോൾ അച്ഛൻ അങ്ങോട്ട് ചെന്നിട്ട് അതിനകത്ത് ഇടപെട്ട് എന്തോ സംസാരിച്ച് അച്ഛൻ ഇങ്ങനെ കൈ പൊക്കിയപ്പോൾ അതിലൊരാൾ കയറി കയ്യിലേക്ക് അങ്ങ് പിടിച്ച്. അച്ഛൻ ഒരല്പസമയം നോക്കി, കൈവിട്ടു. ആ ദൃശ്യങ്ങളൊക്കെ അങ്ങ് പോയി. എല്ലാം കഴിഞ്ഞു, തിരുനാളെല്ലാം കഴിഞ്ഞു. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ വികാരി അച്ഛൻ ഈ കൊച്ചച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു മരിച്ചടക്കുണ്ട്, ഒന്ന് വരാവോ, എനിക്ക് അർജന്റ് ഒരു വഴിക്ക് പോകണം. അങ്ങനെ ഈ കൊച്ചച്ഛൻ മരിച്ചടക്കിന് ചെന്നപ്പോൾ ആരാന്നറിയാവോ? കൈക്ക് പിടിച്ച പുള്ളി കല്ല് ലോറിയിൽ ഇങ്ങനെ പോകുന്ന വഴിക്ക് ലോറിയിൽ തെറിച്ചു വീണ് കുരിശടി പോയി തലയടിച്ച് മരിച്ചുപോയി. അതൊന്നുമല്ല സംഭവം. അടക്കിന് ചെന്ന് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് പള്ളിയിൽ ബോഡി കൊണ്ടുവന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ബോഡി എടുത്തപ്പോൾ പെട്ടി 2ആയിട്ട് പൊട്ടിപ്പോയി പോലും. അച്ഛൻ പറയുകയാണ്, ഞാൻ മനസ്സുകൊണ്ട് ആളെ പ്രാവുവോ ഒന്നും ചെയ്തില്ല, പക്ഷേ പുരോഹിതൻ്റെ മനസ്സ് നൊന്തു. സ്നേഹമുള്ളവരെ, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ദൈവം തെരഞ്ഞെടുത്തത് ആരെയും പൂർണ്ണരായിട്ടുള്ളവരെ അല്ല, വിശുദ്ധരായിട്ടുള്ളവരെ അല്ല, കുറവുള്ളവരെയാണ് ദൈവം തെരഞ്ഞെടുത്തത്. ആ കുറവുകൾ നന്നായിട്ടുണ്ടെന്ന് അറിഞ്ഞാണ് ദൈവം. നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കൂ, അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ അപ്പസ്തോലന്മാരിലേക്ക് നോക്കി, എല്ലാം കുറവുള്ളവരെയാണ് ദൈവം തെരഞ്ഞെടുത്തത്. ആ കുറവുണ്ടെന്നും ആ കുറവുകളുടേതായ ചില കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് അറിഞ്ഞു തന്നെയാണ്. ദൈവത്തിന് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ അതിനെ? ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മകനാണ്, നിങ്ങളുടെ മകളാണ് ഒരു തെറ്റ് ചെയ്തത്, പുരോഹിതനാണ്, സിസ്റ്ററാണ്, നിങ്ങളത് വാട്സപ്പിൽ ഇടുവോ? ഫേസ്ബുക്കിൽ വിടുവോ? നവമാധ്യമങ്ങളിലേക്ക് വിടുവോ? നിങ്ങൾ മിണ്ടൂല്ലല്ലോ.
ആരാൻ്റെ മക്കളായതുകൊണ്ടാണ്. സ്നേഹമുള്ളൊരു വൈദികർക്കെതിരെ, സഭയ്ക്കെതിരെ വരുന്ന മെസ്സേജുകളൊക്കെ അവിടെ തന്നെ കുഴിച്ചു മൂടണം. ശരിയായിക്കോട്ടെ, തെറ്റായിക്കോട്ടെ. ഇനി ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ ഇടവകയിലെ വികാരിയച്ഛന് വേണ്ടി ഒരു നന്മ നിറഞ്ഞ മറിയുമെങ്കിലും ഒരു ദിവസം ചെല്ലുന്നവരുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ തെറ്റാ ചെയ്യുന്നേ. മോശയുടെ കരം താണപ്പോ അഹ്റോനും ജോഷുവയും കൂടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. കരം ഉയർന്നു നിന്നപ്പോ ദൈവജനം വിജയം പ്രാപിച്ചു. കരം താന്നപ്പോ ദൈവജനം പരാജയപ്പെട്ടു. ഈ ഇടവകയിലെ വികാരിയച്ഛന്റെ കരം, ആത്മീയ കരം ഉയർത്തിപ്പിടിക്കാൻ പ്രാർത്ഥനയാകുന്ന സപ്പോർട്ട് കൊടുക്കേണ്ടവരാ നിങ്ങൾ. പ്രാർത്ഥിക്കത്തില്ല, ഒരു നന്മ പറഞ്ഞവരമേ പോലും ചെല്ലില്ല. വൈദികനെതിരെ സ്വരം ഉയർത്താൻ, കരം ഉയർത്താൻ മുമ്പിലേക്ക് അച്ഛന്മാരെല്ലാം മോശ. ഇന്ന് എന്തേ ദൈവവിളി കുറഞ്ഞ് കുടുംബത്തിലിരുന്ന് വൈദികരെ കുറിച്ചും സിസ്റ്റേഴ്സിനെ കുറിച്ചും മോശം പറഞ്ഞതുകൊണ്ടാണ്. ദൈവവിളി ഇല്ലാഞ്ഞിട്ടല്ല. കുഞ്ഞുങ്ങൾക്ക് സിസ്റ്ററാകാൻ പോകാനും അച്ഛനാകാൻ പോകാൻ മടിയാ. കാരണം എല്ലാ അച്ഛന്മാരും കണക്കാ അല്ലേ? എല്ലാ സിസ്റ്റർമാരും മുണ്ടില്ലല്ലോ, കണക്കാ. നിങ്ങളുടെ മക്കളെ വീട് കണക്കല്ലാത്ത നല്ല ഒരെണ്ണം ചെല്ലട്ടെ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. വൈദികർക്കെതിരെ സ്വരമുയർത്തരുത്, കരമുയർത്തരുത്. അവരുടെ കുറവുകളൊക്കെ ഉണ്ട്, അത് ദൈവസന്നിധിയിൽ കണ്ണീരോടെ നമ്മൾ പ്രാർത്ഥിക്കുക. ഒരു വൈദികൻ ഇടവകയിലേക്ക് വരുമ്പോൾ ആ കുടുംബത്തിൻ്റെ അപ്പനാണ്. കുറവുകളോടും പോരായ്മകളോടും കൂടെ ദൈവം ഇങ്ങോട്ട് അയക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയാണ് അച്ഛനെ ആത്മീയമായിട്ട് ഉയർന്നത്. ഈ ഇടവകയിൽ ഇപ്പം ഇത്രയും പേരിരിക്കുന്നു. നിങ്ങൾ നാളെ മുതൽ ഒരു നന്മ നിറഞ്ഞ മറിയുമേ ഫ്രാങ്ക് അച്ഛനു വേണ്ടി ചെല്ലു നോക്കിയേ, അച്ഛൻ ആത്മാവിനാൽ ജ്വലിക്കും. ഇപ്പം ജ്വലനം ഇല്ലെന്നല്ല പറഞ്ഞ്, ഇതിൻ്റെ 100 ഇരട്ടി ജ്വലിക്കും. അച്ഛന് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഇടവക ജനത്തിന് വേണ്ടി തീഷ്ണതയോടെ ഓടും അച്ഛൻ. ഇവിടുത്തെ സിസ്റ്റേഴ്സിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ തെറ്റാണ്. ഏതെങ്കിലും വൈദികനെതിരെ, സിസ്റ്റേഴ്സിനെതിരെ നിങ്ങൾ സ്വരമുയർത്തിയിട്ടുണ്ടെങ്കിൽ, അവർക്കെതിരെ മോശം പറഞ്ഞുകൊണ്ട് നടന്നു, അവരുടെ കുറവുകൾ പറഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ അനുദപിക്കണം. സ്നേഹമുള്ളവരെ, വെറുതെ പോയി കുമ്പസാരത്തിൽ പറഞ്ഞാൽ പോരാ. എനിക്കിപ്പോൾ സഹോദരൻ്റെ പേരെന്നാ ജിനേഷ് സഹോദരനെ 4 തെറി പറഞ്ഞ് എന്നിട്ട് പറയാം സോറി കേട്ടോ. അതും ഇനി ചെന്നിട്ട് അതെ പെട്ടെന്ന് അരിശം വന്നപ്പോൾ അറിയാണ്ട് പറഞ്ഞു പോയി, ക്ഷമിക്കണം കേട്ടോ. ഇതൊന്നും മാറ്റമുണ്ടോ? മിണ്ടൂല്ലോ ഒരെണ്ണോ? മാറ്റമുണ്ട്. വെറുതെ കുമ്പസാര കൂട്ടി പോയിട്ട് കടിച്ചു പിടിച്ചു പറഞ്ഞാൽ പോരാ. അനുതാപത്തോടെ പറയണം. ചെയ്ത പാപത്തെ ഓർത്തുള്ള വേദനയോടെ ഏറ്റു പറയണം. അങ്ങനെ പറയുന്നിടത്തേ എന്തുള്ളൂ? പാപമോചനം ഉള്ളൂ. സ്നേഹമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. കുമ്പസാരക്കൂട്ടിൽ പോയി പാപം ക്രമമായിട്ട്, കൃത്യമായിട്ട് ഏറ്റു പറയണം. ഒന്നുപോലും മറച്ചു വെക്കരുത്. പാപം മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവില്ല. വചനം പറയുക, പാപം മറച്ചു വയ്ക്കുന്നവൻ ഐശ്വര്യം, അത് ഏറ്റുപറയുന്നവനാണ് അനുഗ്രഹം ഉണ്ടാവുക. അതുകൊണ്ട് അഭിഷിക്തർക്കെതിരെ, പ്രത്യേകിച്ച് സഭയ്ക്കെതിരെ, കത്തോലിക്ക തിരുസഭ എന്ന് പറഞ്ഞ ആരാ? സഭ ആരാ? ദൈവമേ, ഇവിടെ ആകെ 2 പേർക്ക് അറിയുള്ളൂ സഭ എന്ന് പറഞ്ഞ ആരാ. ചേട്ടന്മാരെ, സഭ ആരാണ്? കത്തോലിക്ക തിരുസഭ. അച്ഛന്മാരും മാർപ്പാപ്പയും മെത്രാന്മാരും സിസ്റ്റേഴ്സും ആണോ? പിന്നെയോ യേശു ക്രിസ്തു. ഓക്കെ. യേശു ക്രിസ്തു ആണ് സഭ. സഭയുടെ അവയവങ്ങൾ ആരാണ്? സഭ ഞാനാണ് അല്ലേ? ആണോ അല്ലയോ? എന്റെ കുറവ് സഭയുടെ കുറവാണോ? അതെ. സഭയ്ക്കെതിരെ ഒത്തിരിയേറെ വെല്ലുവിളികളുള്ളൊരു കാലഘട്ടം, പ്രത്യേകിച്ച് സഭയ്ക്കുള്ളിലാണ് വെല്ലുവിളികൾ. സ്നേഹമുള്ളവരെ, ഇവിടെ എല്ലാം കര ഉയർത്തുക, പ്രാർത്ഥിക്കുക. അതിനെതിരെ സ്വരമുയർത്താൻ, അത് മാധ്യമങ്ങളിലൂടെ വലിച്ചു കയറി കളയാൻ നമ്മൾ നിൽക്കരുത്. മറ്റൊന്ന്, നിങ്ങൾ വചനം ജീവിക്കാൻ തയ്യാറാവണം. വചനത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുമ്പോൾ നിങ്ങൾ ആരോടും പോയി ക്രിസ്തുവിനെ അറിയാൻ പറയണ്ട. നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കുമ്പോൾ, സാക്ഷ്യം വഹിക്കുമ്പോൾ, മറ്റു വിജാതീയരായിട്ടുള്ളവർ ക്രിസ്തുവിന്റെ വഴിയെ വരും. വചനത്തിന് സാക്ഷ്യം വഹിക്കുന്നവരാവണം. വചനം പ്രഘോഷിക്കണം. ഇല്ലെങ്കിൽ ദുരിതം, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദുരിതത്തിന്റെ കാരണം വചനം പ്രഘോഷിക്കുന്നില്ല. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവവചനത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കണം. മറ്റു പുസ്തകങ്ങളെ പോലെ എവിടെയെങ്കിലും തള്ളേണ്ടതല്ല. ദൈവവചനം വിശുദ്ധ കുർബാന പോലെ തന്നെ പൂജിക്കപ്പെടേണ്ടതാണ്, ആരാധിക്കപ്പെടേണ്ടതാണ് ദൈവവചനവും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പൊ ദൈവത്തിന് ജീവിതത്തിൽ പ്രാധാന്യം നൽകണം. 2, ദൈവവചനത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ നമ്മൾ ജീവിതത്തിൽ ബഹുമാനിക്കണം. അവരുടെ കുറവുകളൊക്കെ നമ്മളങ്ങ് മറന്നു കളഞ്ഞേക്കുക. കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുറവുകളില്ലേ? പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുന്നുണ്ടല്ലേ നന്നായിട്ട് കുടുംബം പോകുന്നേ, ആണോ അല്ലയോ? അതെ. ഇനി 3-മതൊരു കാര്യമാണ് കർത്താവിന്റെ ദിവസം. അതേതാന്ന് നമുക്കറിയില്ല, അതാണ് വലിയ പ്രശ്നം. ഏതാണ് കർത്താവിന്റെ ദിവസം? ബാക്കിയെല്ലാം പിശാചിന്റെ ദിവസമാണോ? ഞായറാഴ്ച ദിവസം ഒത്തിരിയേറെ പ്രാധാന്യമുണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റത്, യേശു അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത്, സഭ സ്ഥാപിക്കപ്പെട്ടത്, പരിശുദ്ധാത്മാവ് തീനാളുടെ രൂപത്തിൽ വന്നത്, പിന്നെയോ ദൈവം 6 ദിവസം ജോലി ചെയ്തു, 7-ാം ദിവസം വിശ്രമിച്ചു.
വചനം പറയുന്നത്, ഞാൻ പറയുന്നല്ല, വചനം പറയുന്നത് സാബത്ത് ലംഘിക്കുന്നവൻ കല്ലെറിയപ്പെടട്ടെ എന്നാ പറയുന്നത്. കല്ലെറിഞ്ഞു കൊല്ലപ്പെടട്ടെ സാബത്ത് ലംഘിക്കുന്നവൻ. ഞായറാഴ്ച ആചരണം എൻ്റെ എങ്ങനെയാ? വിശുദ്ധിയോടെ ആചരിക്കണം. മദ്യപിക്കേണ്ട ദിവസം അല്ലെന്ന്, അയൽക്കൂട്ടം കൂടേണ്ട ദിവസം അല്ലെന്ന്. ഇപ്പൊ നേഴ്സുമാർ പറയും ഞങ്ങൾക്ക് ഞായറാഴ്ച ഡ്യൂട്ടിയാ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, എനിക്ക് ഞായറാഴ്ച ഡ്യൂട്ടി, ജോലി പോകണമെന്നല്ല, ഞായറാഴ്ച ഡ്യൂട്ടി കിട്ടരുത്, ദൈവം ഇടപെടും. എനിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പോകണം, എനിക്ക് ദൈവത്തെ ആരാധിക്കണം, ഞായറാഴ്ച എൻ്റെ കുടുംബത്തോടൊപ്പം ദൈവിക കാര്യങ്ങൾ ചിന്തിക്കണം, രോഗികളെ സന്ദർശിക്കണം, അന്ന് വിശ്രമിക്കണം. ദൈവം നൽകിയ കൽപ്പനയാണ്. ഇനി വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ പോകുന്നത് എങ്ങനെയാണ്? എപ്പോൾ പോകും? ചിലരൊക്കെ ചിന്തിക്കുന്ന ഇങ്ങനെ, അച്ഛൻ്റെ ആ ഒരു പ്രസംഗം അങ്ങോട്ടൊന്ന് കഴിഞ്ഞിട്ട് പോയാൽ മതി, എളുപ്പമായില്ലേ? ആദ്യന്ത്യം ഒരുക്കത്തോടെ വന്ന് പങ്കുചേരണം. വചനം ഇങ്ങനെ പറയുന്നത്, സഭാപ്രസംഗന്റെ പുസ്തകം 5:1, ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കണം, ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്തിയാണ്. സ്നേഹമുള്ളവരെ, ഞാനതിന്റെ പുസ്തകം 6:10 പറയുന്നു, വിശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്നൊരു വിശുദ്ധരാകും. വിശുദ്ധ കുർബാന അർപ്പിക്കും. ഞായറാഴ്ച മാത്രം പോരാ, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. പ്രത്യേകിച്ച് ഞായറാഴ്ച വിശുദ്ധ കുർബാന മുടക്കരുത്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഇപ്പൊ വിവാഹിതനായി 3 കുഞ്ഞുങ്ങളുണ്ട്. അദ്ദേഹത്തിന് കല്യാണാലോചന നടന്ന കാലഘട്ടത്തിൽ, അന്ന് 30 ചില്ലറ വയസ്സായി ആൾക്ക് കല്യാണം നടക്കുമ്പോൾ. അപ്പോൾ കല്യാണാലോചന നടക്കുമ്പോൾ ആൾ പറയും, ഞായറാഴ്ച പെണ്ണ് കാണാൻ ഞാൻ പോവില്ല. അയാൾ വയ്ക്കും, അതന്നെ ആ പേരും പറഞ്ഞൊരു 4 എണ്ണം കുർബാന മുടക്കും. അതുകൊണ്ട് കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞായറാഴ്ച പോവില്ല. കണ്ടോ ഒരു മനോഭാവം നോക്കിയേ. ഞായറാഴ്ച വിശുദ്ധ കുർബാന മുടക്കുന്ന പതിവാണ് നമുക്കുള്ളത്. വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടത്ര ഒരുങ്ങാതെ വരുന്ന, മദ്യവെച്ച് തലേദിവസം മദ്യവെച്ച് ലക്കുകെട്ട് കിടന്നിട്ട് നേരം വെളുത്ത് കുളിക്കാതെ ഒരുങ്ങാതെ, പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാറ്, ദേവാലയത്തിൽ പോകുന്ന കുളിച്ചൊരുങ്ങി വേണം പള്ളിയിലേക്ക് പോകാൻ. ഇതെന്ത് സ്ഥലമാണ്? അതിവിശുദ്ധ സ്ഥലമാണ്. ഇവിടെ വിശുദ്ധിയോടെ വന്ന് നിൽക്കണം. ഭൗതികമായ വിശുദ്ധി മാത്രം പോരാ, ഒരുങ്ങാതെ, കുമ്പസാരിക്കാതെ, ഒരുക്കമില്ലാതെ ദിവ്യബലി പങ്കെടുത്തിട്ടുണ്ടോ? കുമ്പസാരത്തിൽ ഏറ്റു പറയണം. എല്ലാവരും കുർബാന സ്വീകരിക്കുന്നു, ഞാനും കുർബാന. പൗലോസ്ലിയ കോർന്തോസാർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട്, അയോഗ്യതയോടെ, ഒരുക്കമില്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിച്ചത് കൊണ്ടാണ് 11-ാം അധ്യായം 1 കോർന്തോസ് 11:23 മുതലുള്ള തിരുവചനങ്ങൾ പറയുന്നുണ്ട്. അയോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചത് കൊണ്ടാണ് നമ്മളിൽ പലരും മരിച്ചു പോയതും, നമ്മളിൽ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയവരെ കുറിച്ച് പറയുകയാണ്, പലരും മരിച്ചു പോയതും, പലരും രോഗികളാകാനും, പലരും ദുർബലരാകാനും കാരണം നമ്മുടെ കുർബാന സ്വീകരണം, കുർബാനയിലെ പങ്കുചേരൽ. പ്രത്യേകിച്ച് സ്നേഹമുള്ളവർ, നമ്മൾ കുർബാന കാണാൻ വരുന്നവരാവരുത്. സ്വരമുയർത്തി പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? സ്വരമുയർത്തി. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തില് 29-ാം അധ്യായത്തില് ഇപ്രകാരം പറഞ്ഞു വെക്കുക. പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. വചനം പറയുകയാണ്, നമ്മൾ ആദ്യം ഒത്തിരിയേറെ കേട്ടിട്ടുള്ള, കർത്താവ് അരുളിച്ചു എന്നെ, എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു പ്ലാനുണ്ട്, പദ്ധതിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അവസാന ഭാഗം പറയാണ്, അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും, കണ്ടെത്താൻ ഞാൻ അനുവദിക്കും. പള്ളി വന്ന് കയ്യും കെട്ടി നിൽക്കരുത്. ദൈവം നിന്നേ സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ശരിയാണ്, അപ്പത്തിൻ്റെ രൂപത്തിലൊക്കെ ഈശോ മാറി, അത് എന്നോടുള്ള, നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. പക്ഷേ അവിടെ കൈകൂപ്പി വേണം നിൽക്കാൻ, കയ്യും കെട്ടി നിൽക്കരുത്. ഭയഭക്തിയോടെ, മാലാഖമാർ പോലും ഭയഭക്തിയോടെ നിൽക്കുന്ന സ്ഥലം, അവിടെ കൈകൾ കൂപ്പി. പ്രത്യേകിച്ച് നമ്മുടെ വസ്ത്രധാരണം, മറ്റുള്ളവർക്ക് വിശുദ്ധ കുർബാനയിൽ അശ്രദ്ധ ഉണ്ടാകുന്ന രീതിയിലുള്ള വസ്ത്രധാരണം നടത്തരുത്. ചിലർക്ക് വിശുദ്ധ കുർബാന, ഞാൻ ഒരിക്കലും എൻ്റെ ഇടവക പള്ളിയിൽ എനിക്ക് ഏറ്റവും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, ഒരു ചേട്ടൻ, ആളൊരു ചികിത്സ, മഞ്ഞപ്പിത്തത്തിന് ചികിത്സ ചെയ്യുന്ന ആള്, കുർബാനയുടെ സമയത്ത്, കുർബാന സ്വീകരണത്തിന്റെ സമയത്ത് ഫോൺ വരും, അവിടെ ഇരുന്നുകൊണ്ട് വർത്താനം പറയും. എന്ത് കഷ്ടം നോക്കിയേ. വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ കൊടുക്കുന്ന പ്രാധാന്യം തന്നെ, ദേവാലയത്തിന് ഞാൻ കൊടുക്കുന്ന പ്രാധാന്യം തന്നെ, എന്തും നടത്താവുന്ന സ്ഥലവും അതിവിശുദ്ധമായ സ്ഥലം. ഇവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞുങ്ങളെ കളിക്കേണ്ട സ്ഥലമല്ല, വർത്താനം പറയേണ്ട സ്ഥലമല്ല. ഏറ്റവും ഭയഭക്തിയോടെ, സ്നേഹമുള്ളവരെ, ഭാനിൻ്റെ ചോട്ട് വന്നിട്ട് കാറ്റുവാന്ന് വിളിച്ചില്ലെങ്കിലും വരും, ശാന്തമായിട്ടിരിക്കണം. ദൈവസന്നിധിയിൽ കുർബാനയ്ക്ക് ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും വരണം, ഒരുങ്ങണം നന്നായിട്ട്. പരസ്പരം കലഹിച്ച് ബഹളം ഉണ്ടാക്കി വന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കരുത്. ഞാൻ എൻ്റെ ജീവിത പങ്കാളിയും, ഞാൻ മനുഷ്യരാണ്, ചിലപ്പോൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ അല്ലെങ്കിൽ അതിന് മുമ്പൊക്കെ ചിലപ്പോൾ ചില വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാവും. നേരം വെളുത്ത് എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നതിന് മുമ്പ് വിളിച്ചെഴുന്നേറ്റ് ഒരു ലോകം കൂടിയിട്ടേ പോകാറുള്ളൂ. കാരണം ഇത് സ്നേഹത്തിൻ്റെ കൂതാശയാണ്. വെറുപ്പ് വെച്ചുകൊണ്ട്, വിദ്വേഷം വെച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് വരരുത്. മാന്യമായ വസ്ത്രം ധരിച്ചു വേണം വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാൻ. ഇല്ലെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഇനി മാതാപിതാക്കളെ,
നമ്മളറിയണം, ഞായറാഴ്ച കുർബാന മുടക്കി കുഞ്ഞുങ്ങളെ ട്യൂഷന് വിടുന്നവരാണോ നമ്മൾ? ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിടുന്നവരാണോ? പാപം ചെയ്യുന്നു, പാപം ചെയ്യിക്കുന്നു. ദൈവിക കാര്യങ്ങളോടുള്ള അവരുടെ വില നമ്മൾ നഷ്ടപ്പെടുന്നു. പ്രത്യേകിച്ച് ക്രൈസ്തവരായ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ്, അതൊന്നും കുഴപ്പമൊന്നുമില്ലെന്നേ, ക്രിസ്മസ് കുഴപ്പമൊന്നുമില്ലെന്നേ, നോമ്പ് നോക്കിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലെന്നേ, എല്ലാം നിസ്സാരവൽക്കരിക്കുക. അതുകൊണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് വിശ്വാസം എന്ന് പറയുന്ന ലെവലേശം ഇല്ല. നോമ്പെടുത്തില്ലേ, എന്നാ കുഴപ്പം? ഓ, ഈസ്റ്ററിന് രാത്രി പള്ളിയിൽ പോയില്ലേ, എന്നാ കുഴപ്പം? ക്രിസ്മസിന് കരോള്, ഓ അതൊന്നും വേണ്ടെന്നേ, സ്റ്റാർ തൂക്കിയില്ല, എന്നാ കുഴപ്പം? ഇതൊക്കെ തലമുറയ്ക്ക് വിശ്വാസം പകർന്നു കൊടുക്കുന്ന കാര്യം. വചനം പറയുന്ന ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. നശിച്ചു തലമുറ, ക്രൈസ്തവ തലമുറ നാശത്തിലേക്ക് പോവുക. വിശ്വാസം ഇല്ല പുതു തലമുറയ്ക്ക്, കാരണം നമ്മൾ പകർന്നു കൊടുത്തിട്ടില്ല. പകർന്നു കൊടുത്തില്ലെങ്കിൽ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞായറാഴ്ച ദിവസം ഇനി ജോലിക്ക് പോകേണ്ടി വന്നാൽ മറ്റൊരു ദിവസം വിശുദ്ധമായിട്ട് ആഘോഷിക്കണം. അന്ന് ലീവ് എടുത്ത് അല്ലെങ്കിൽ ലീവ് വാങ്ങി വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടെ പങ്കെടുത്ത് അന്ന് ശാന്തമായിരുന്ന് ദൈവത്തെ ആരാധിക്കണം. ഇനി സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ കേരളത്തിൽ, നമ്മുടെ ഈ നാട്ടിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ ഇടയിൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഞാൻ 1-2 വചനങ്ങൾ പറഞ്ഞ് അതങ്ങ് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്ന ആ ഒരു കൽപ്പന. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം മുഴുവൻ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം ഇതാണ്. അതിനു മുമ്പ് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ വന്നതുകൊണ്ട് വൈദികൻ്റെ വിലയെക്കുറിച്ചൊന്ന് പറയാം. ഞാനൊരു ആത്മീയ ശുശ്രൂഷകനാണ്, അതുകൊണ്ട് എൻ്റെ കുടുംബത്തിലും പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എൻ്റെ സ്വന്തം കുടുംബത്തിലല്ല, എൻ്റെ അനുജൻ്റെ വിവാഹ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, ചില കേസുകളൊക്കെ ഉണ്ടായി. അനുജൻ മോശക്കാരനൊന്നുമല്ല, മദ്യമോ മയക്കുമരുന്നോ അങ്ങനെയുള്ള ആളല്ല, പരമാവധി നന്നായിട്ട് ജീവിച്ച. പക്ഷേ വന്ന് കയറിയ പെങ്കൊച്ചിൻ്റെ ചില കുഴപ്പങ്ങൾ കൊണ്ട് കുടുംബത്തിൽ പ്രശ്നമുണ്ടായി. അങ്ങനെ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോകുന്ന, കോടതിയിൽ നിന്ന് കുഞ്ഞിനെ അവർ പിടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ, കൊച്ചിന് പോകാൻ മടിയാണ്. അപ്പോൾ എനിക്കിന്ന് മേഴ്സലി സിസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്ന മേഴ്സലി സിസ്റ്ററോട് പറഞ്ഞു, കോടതിയിൽ ഇപ്പോൾ കൊച്ചിനെ പിടിവലി നടത്തിക്കൊണ്ടിരിക്കുക, കൊച്ചു ഞങ്ങളുടെ ഇന്ന് പോയി, സിസ്റ്ററെ പ്രാർത്ഥിക്കണം. സിസ്റ്റർ ഉടനെ പാമ്പ്ളാനി പിതാവ് അടുത്ത് ഇപ്പോൾ ഒരു കോൺവെൻറ്റ് വഞ്ചരിക്കാമെന്ന പിതാവിനോട് പറഞ്ഞു, പിതാവേ ഇങ്ങനെയാ പ്രശ്നം, ഒന്ന് കരമുയർത്തി ഒന്ന് ആശീർവദിക്കണം. ഒരു കാരണവശാലും ഞങ്ങൾക്ക് കൊച്ചിനെ കിട്ടില്ലേ. കൊച്ചു പോയി, അവർ പിടിച്ചുകൊണ്ട് പോയി. ഞങ്ങളെ ഒരു റൂമിനകത്താക്കിയിട്ട് പറഞ്ഞു, പപ്പ അമ്മയുടെ വീടിൻ്റെ സ്ഥലം പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി എന്ന് ജഡ്ജി പോലും പറഞ്ഞിട്ട് കൊച്ചിനെ കളിപ്പിച്ച് കൊണ്ടുപോകാൻ പോവുക. ഇനി ഞങ്ങൾക്ക് പോലീസെല്ലാം ഞങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുക, എന്നെ അനുജനെ, ഇനി കൊച്ചിനെ ഞങ്ങളുടെ കിട്ടില്ല. പിതാവ് അവിടെ ഒന്ന് ആശീർവദിച്ചു. ഒരു നവവൈദികൻ അവിടെ ഉണ്ടായി. സിസ്റ്റർ ഓടിച്ചു വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഒന്ന് ആശീർവദിച്ചേ. സ്നേഹമുള്ളവരെ, ഈ 2 വൈദികരുടെ ആശീർവാദം വളരെ രസകരമായ രീതിയിൽ തമ്പുരാൻ ക്രമീകരിച്ച് കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിലേക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്, പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തൊരു ദിവസം വീണ്ടും കോടതിയിൽ പോകേണ്ടി വന്നു. അവിടുത്തെ വക്കീലും ജഡ്ജി എല്ലാം കൂടി ചേർന്നിട്ട് വക്കീൽ പറഞ്ഞു, നിങ്ങൾ അടി കൊടുത്തോ, എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല, കൊച്ചിനെ നിങ്ങൾ പിടിച്ചുകൊണ്ട് പൊക്കോ, ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. കുഞ്ഞിനെയും എൻ്റെ അനുജനെയും കോടതിക്കകത്ത്, ഭാര്യയുടെ വീട്ടുകാരെല്ലാം പുറത്ത്, ആൾക്കാരൊക്കെ വരുന്നു. ആകെ വിഷയം, കൊച്ചിനെ കിട്ടില്ല. ഈ സമയത്ത് എൻ്റെ ജീവിത പങ്കാളിയുടെ കൂട്ടുകാരിയെ വിളിച്ചു പറഞ്ഞു, നിൻ്റെ സഹോദരൻ അച്ഛനോടൊന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ. ആ വൈദികൻ അവിടെ ഒന്ന് ആശീർവദിച്ചു. സ്നേഹമുള്ളവരെ, വളരെ അത്ഭുതകരമായ രീതിയിൽ കൊച്ചിനെ മറ്റൊരു വഴിയിലൂടെ എടുത്തുകൊണ്ട് പോകാൻ ദൈവം അനുവദിച്ചു. പ്രൈസ് ദി ലോർഡ്. വൈദികരുടെ ആശീർവാദം, വൈദികരുടെ അനുഗ്രഹം ഭയങ്കര. ദൈവം തെരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയതാ. അതുകൊണ്ട് അവരെ നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവരോട് ചേർന്ന് നിൽക്കുകയും ചെയ്യണം. കുറവുകളൊക്കെ നമ്മൾ മറന്നു കളയണം. അപ്പോൾ സ്നേഹമുള്ളവരെ, വചനം പറയുകയാണ്, പ്രഭാഷകന്റെ പുസ്തകം മുഴുവൻ. ഇനി കൽപ്പനകൾ 10 നൽകിയിട്ട് ദൈവം അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം ഇത്, ഭൂമിയിൽ, ശ്രദ്ധിച്ച് കേൾക്കണേ, ഭൂമിയിൽ ദീർഘകാലം സമാധാനത്തോടെ, സന്തോഷത്തോടെ, ഐശ്വര്യത്തോടെ ജീവിക്കാൻ മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ചില മാതാപിതാക്കൾ വിചാരിക്കും, ഓ എൻ്റെ മക്കൾ എന്നെ അല്ല, എൻ്റെ മാതാപിതാക്കളെയും ഞാൻ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. ഞാൻ കല്യാണം കഴിച്ച എൻ്റെ ജീവിത പങ്കാളിയുടെ അപ്പനും അമ്മയും എൻ്റെ അപ്പനും അമ്മയും തന്നെ, അവരെ ഞാൻ സ്നേഹിക്കണം, ബഹുമാനിക്കണം. വചനം പറയുകയാണ്, മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കും, അമ്മയുടെ ശാപം കുടുംബത്തിന്റെ അടിത്തറ ഇളക്കും. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ജീസസ് യൂത്ത്. ആളുടെ മകള് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ അവൾക്ക് കണക്ക് നല്ല എളുപ്പമാണ്. ബാക്കി ഒത്തിരി വിഷയങ്ങൾ ബുദ്ധിമുട്ടുള്ളതുണ്ട്, കണക്ക് നല്ല എളുപ്പമാണ്. അങ്ങനെ എല്ലാ പരീക്ഷയുടെ സമയത്തും അപ്പനും അമ്മയും അവളെ വിളിച്ചു നിർത്തി അവിടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് പരീക്ഷയ്ക്ക് വിട്ടു. കണക്ക് എളുപ്പമായതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? വേണ്ട, നല്ല എളുപ്പമാണ്. പക്ഷെ എന്ത് സംഭവിച്ചു എന്നറിയോ? ബാക്കി എല്ലാ വിഷയത്തിനും A+, കണക്കിന് A പോലും കിട്ടിയില്ല. നോക്കി കണ്ടോ? അപ്പൻ മദ്യപാനി ആയിക്കോട്ടെ, അപ്പൻ താന്നോന്നി ആയിക്കോട്ടെ, കാണാൻ സൗന്ദര്യം ഇല്ലാത്ത ആളായിക്കോട്ടെ,
അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ അനുഗ്രഹം ഒഴുകും. അതുപോലെ മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാ ദിവസവും അനുഗ്രഹിച്ച്, മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അനുഗ്രഹമാണ് അവരുടെ ഭാവി ജീവിതത്തെ സുരക്ഷിതമാക്കുന്നത്. മാതാപിതാക്കളെ ബഹുമാനിക്കണം. വചനം പറയുകയാണ്, മാതാപിതാക്കളെ പ്രാകുന്നവരുടെ കണ്ണ് മലങ്കാക്കകൾ കൊത്തിപ്പറിക്കും, മാതാപിതാക്കളെ ശപിക്കുന്നവരുടെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. അപ്പനെ അമ്മേനെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവരെ പരിചരിക്കുകയും വേണം. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുക, ഒരു 6 വയസ്സ് 7 വയസ്സ് 8 വയസ്സുള്ള ഒരു കുഞ്ഞിന്, സ്നേഹിതരെ ശ്രദ്ധിക്കണേ, അവർക്ക് നമ്മൾക്ക് വലിയൊരു ബംഗ്ലാവ് പോലെ ഒരു പെരയും പണിത് കൊടുത്ത് ഇഷ്ടം പോലെ പൈസയും കൊടുത്ത് നീ അതിനകത്ത് ജീവിച്ചോളാൻ പറഞ്ഞാൽ ജീവിക്കുമോ? അവര് ജീവിക്കാൻ പറ്റുമോ? എന്തില്ലാത്ത ഇതുപോലെ ഇപ്പൊ നമ്മളൊക്കെ പല രാജ്യങ്ങളിലും പോയി ജോലി, നിങ്ങളെല്ലാം പലരും ജോലി ചെയ്ത് വലിയൊരു ബംഗ്ലാവ് ഉണ്ടാക്കി ഇഷ്ടം പോലെ ബാങ്ക് അക്കൗണ്ടും ആക്കി അപ്പനെയും അമ്മേനെയും പരിക്കാത്തിട്ടേച്ച് പോവുക. 6 വയസ്സും 60 ഒരുപോലെയാണെന്നാ പറഞ്ഞ്. അവർക്ക് സ്നേഹവും സംരക്ഷണവും പരിപാലനമൊക്കെ കിട്ടേണ്ട സമയം. ചില മാതാപിതാക്കൾക്ക് മരണസമയത്ത് പോലും മക്കളുടെ ഒരു സാന്നിധ്യം ഇല്ലാത്തവരുണ്ട്. നമ്മളെ കുഞ്ഞുനാളിൽ എത്രയോ സ്നേഹത്തോടെ പരിപാലിച്ചവരാ. നമുക്കൊരു കൊച്ചു രോഗം വരുമ്പോൾ നെഞ്ചോട് ചേർത്തിട്ട് എടുത്തിട്ട് ഓടിയിട്ടില്ലേ അവര്? നമ്മുടെ കുറവുകളെ അവർ പരിഗണിക്കാതെ തള്ളിക്കളഞ്ഞിട്ടില്ലേ? നമ്മളവരെ അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും സ്നേഹത്തോടെ പുഞ്ചിരിയോടെ സ്വീകരിച്ചിട്ടില്ലേ? 9 മാസം നമ്മളെ ചുമന്നുകൊണ്ട് നടന്നില്ലേ? മാതാപിതാക്കൾക്കെതിരെ സ്വരമുയർത്തുന്ന മക്കൾ എന്ന് വലുത് ഒത്തിരിയേറെ. മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്, അവർക്കെതിരെ കൈ ഉയർത്തരുത്, സ്വരമുയർത്തരുത്. നമുക്ക് വിദ്യാഭ്യാസവും വിവരവും കഴിവൊക്കെ ഉണ്ടായി എന്ന് വിചാരിച്ച് അവരുടെ അറിവില്ലായ്മയെ, അവരുടെ കഴിവില്ലായ്മയെ നമ്മൾ അവഹേളിക്കരുത്. അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും. സ്നേഹമുള്ളവരെ, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവരെ സ്നേഹിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ഒന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കുക. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. കരങ്ങൾ താഴ്ത്താം. വീണ്ടും ഞാൻ ആദ്യം പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് ഈ ശരീരം. ഈ ശരീരത്തെ അശുദ്ധിക്ക് വിട്ടുകൊടുക്കുന്നവരെ ദൈവവും എന്തു ചെയ്യും? നശിപ്പിക്കാൻ വിട്ടുകൊടുക്കും. മദ്യം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾക്ക് അടിമയായി എൻ്റെ ശരീരത്തെ ഞാൻ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാൻ വിട്ടുകൊടുക്കരുത്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം, അധപ്പതനത്തിൻ്റെ ഒരു കാലഘട്ടം. കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്ന എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരാൾ ബാംഗ്ലൂരുണ്ട്. അവൻ മദ്യപിക്കുന്ന ആളല്ല, കഞ്ചാവ് ലഹരി ഒന്നും ഉപയോഗിക്കില്ല, പഠിക്കുന്ന കുഞ്ഞാ. അവൻ പറയുന്നത് അവനെ വിട്ടാണ് പെൺകുട്ടികൾ മദ്യം മേടിക്കുന്നത്. എന്നാണ് പെൺതലമുറ വിശ്വാസവും ഇല്ല, ഭക്തിയില്ല, എന്തിനും ഏതിനും മുന്നോട്ടിറങ്ങുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുക. മദ്യപിക്കാൻ മുമ്പിൽ ആരാണ്? ഒരിക്കലും എൻ്റെ ഒരു കൂട്ടുകാരൻ പറയുക, അവരൊരു പാർക്കിൽ പോയിരുന്ന് ബാംഗ്ലൂർ മദ്യപിച്ചു. അവർ വെള്ളമൊക്കെ അടിച്ചാൽ പെൺപിള്ളേർ നേരിട്ടടിക്കുക, കുപ്പിയോടെ അടിക്കുക എന്ന് പോലും. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഈ ആലയത്തെ നമ്മൾ ലഹരി വസ്തുക്കൾ കൊണ്ട് മലിനമാക്കരുത്. അതിലെല്ലാം ഉപരി വെറുപ്പെന്ന വിഷവസ്തു നമ്മളിലുണ്ടോ? വചനം പറയുന്നത് സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകി. 5-ാം പ്രമാണം കൊലപാതകം ചെയ്യരുതെന്ന. എന്നെ തന്നെ ഞാൻ വെറുക്കുന്നുണ്ടോ? എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും എനിക്ക് വെറുപ്പുണ്ടോ? ആരോടെങ്കിലും എനിക്ക് വെറുപ്പുണ്ടോ? ഞാൻ കൊലപാതകിയെ, 5-ാം പ്രമാണം ലംഘിക്കുന്ന വ്യക്തിയെ ഈശോ സ്നേഹിക്കാൻ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ ഹല്ലേലൂയ. വചനം പറയുക, ജീവിതാന്തത്തെ ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക, പ്രതികാരം കർത്താവിന് വിട്ടുകൊടുക്കുക. ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ ഒക്കെ ഉണ്ടോ, അവയൊക്കെ ദൈവസന്നിധിയിൽ ഏറ്റു പറയാനായിട്ട് തയ്യാറാവുക. ഇനി ജീവനെ മാനിക്കുക. എൻ്റെ ജീവൻ പോലെ തന്നെ മറ്റുള്ളവരുടെ ജീവനെയും ബഹുമാനിക്കുക. മറ്റുള്ളവരുടെ സ്വത്തിനെയും മറ്റുള്ളവരുടെ സൗകര്യങ്ങളെയും മറ്റുള്ളവരുടെ അവകാശങ്ങളെയും നമ്മൾ മാനിക്കുന്നവരായിരിക്കണം. ഞാൻ മാത്രം ജീവിച്ചാൽ പോരാ, അങ്ങനെയുള്ള ചിന്ത, ഞാൻ എൻ്റേത് സ്വാർത്ഥത ഉണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ ഏറ്റു പറയണം. പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. മദ്യം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾ ഉണ്ടാക്കുകയോ വിൽക്കുകയോ അതിനെ സഹായിക്കുകയോ ചെയ്യുകയോ കൂട്ടുനിൽക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റു പറയണം. ഈ ഒരു കാലഘട്ടം ഒത്തിരിയേറെ അശുദ്ധി വളരുന്ന ഒരു കാലഘട്ടമാണ്. 1-2 വചനങ്ങൾ മാത്രം പറഞ്ഞു പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സഭാപ്രസംഗന്റെ പുസ്തകം, പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ.
സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുകയാണ്: യുവാവേ, യുവതി, നിന്റെ കണ്ണിൻ്റെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒക്കെ അനുസരിച്ച് നീ മുൻപോട്ട് പൊക്കോ. പക്ഷേ അവസാന സമയം നീ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് വചനം ഓർപ്പിക്കുക. ഈ കാലഘട്ടം ശരീരത്തിൻ്റെ വിശുദ്ധിക്ക് കളങ്കം വരുത്തുന്ന ഒത്തിരിയേറെ മക്കളുള്ള, അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ഒരു കാലഘട്ടം. 6-ാം പ്രമാണം പറയുന്നത് ഇങ്ങനെയാണ്: വ്യഭിചാരം ചെയ്യരുത്, ചെയ്യമരുത്, ചെയ്യിപ്പിക്കുകയും അരുത്. 1-2 വചനം മാത്രം പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. വചനം ഇങ്ങനെ പറയുകയാണ്: സ്ത്രീ വിവേകത്തോടും വിനയത്തോടും കൂടെ വസ്ത്രധാരണം ചെയ്ത് നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ശരീരം മറ്റുള്ളവർ കണ്ട് അശുദ്ധി ഉണ്ടാകത്തക്ക രീതിയിൽ നമ്മൾ വസ്ത്രധാരണം ചെയ്ത് നടക്കരുത്. മാന്യമായ വസ്ത്രം ധരിക്കണം. ഈ വില കുറഞ്ഞതായാലും കുഴപ്പമില്ല, മാന്യതയുള്ള, വളരെ ശരീരം മുഴുവൻ മറയ്ക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ച് നടക്കണമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. വചനം പറയുകയാണ്: യുവാവേ, യുവത്വത്തിൽ നീ സന്തോഷിക്കുക, യൗവനത്തിന്റെ നാളുകളിൽ നിന്റെ ഹൃദയം നിന്നെ ആനന്ദിപ്പിക്കട്ടെ. ഹൃദയത്തിന്റെ പ്രേരണകളെയും കണ്ണിന്റെ അഭിലാഷങ്ങളെയും പിൻചെല്ലുക. എന്നാൽ ഓർമ്മിച്ചു കൊള്ളുക, ഇവയ്ക്കെല്ലാം ദൈവം നിന്നെ ന്യായവിധിക്കായി വിളിക്കും. കണ്ണിനെ നിയന്ത്രിക്കണം. എത്രയോ കുടുംബങ്ങളായി ഇന്ന് ഈ മൊബൈൽ ഫോൺ വഴി നശിച്ചു പോകുന്നത്. ഒന്ന്, സമയം നഷ്ടപ്പെടുത്തി കളയുന്നു, പ്രമാണലംഘനമാണ്. ദൈവം തന്നിരിക്കുന്ന സമയം അനാവശ്യമായിട്ട് മൊബൈൽ തൊട്ട്. ഒരു ചിലർ പറയുന്ന കാര്യം ഇതാ: ഞാൻ ഭക്ഷണ കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ, ചെടി നടുന്ന കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ, എൻ്റെ ജീവിത പങ്കാളിയുടെ, എൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നോക്കാതെ മൊബൈലിൽ നോക്കിയിരുന്ന സമയം കളഞ്ഞാൽ പ്രമാണലംഘനമാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു അമ്മച്ചി കൗൺസിലിങ്ങിന് വന്നു. എന്നിട്ട് പറയാം: ഞാൻ നല്ല വിശുദ്ധിയിൽ ജീവിച്ച വ്യക്തിയാണ്, പക്ഷെ എങ്ങനെയാണ് ഇങ്ങനെയായെന്ന് എനിക്കറിയില്ല, മൊബൈൽ നശിപ്പിച്ചു കളഞ്ഞു. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കുമെന്നാണ് പറഞ്ഞ്. സ്നേഹമുള്ളവരെ, നമ്മൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, മാതാപിതാക്കളൊക്കെ അറിയും, മൊബൈൽ എന്ന് പറയുന്ന സാധനം വിഷ. അത് വിവേകത്തോടെ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മളെ തകർത്ത് കളയും. കണ്ണിനെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം. മറ്റുള്ളവരുടെ നഗ്നത കാണാനും കാണിക്കാനും നമ്മൾ പോവരുത്. അത് 6-ാം പ്രമാണ ലംഘനമാണ്. ശരീരത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം. ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തി. ഒരിക്കലും ഒരു സ്ത്രീ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്. അവൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ഭർത്താവ് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ കുഞ്ഞുണ്ടായപ്പോൾ അന്ന് രാത്രി ചോദിച്ചു: നിനക്കെന്താ ഇഷ്ടപ്പെട്ടത്? പരിപ്പുവട മേടിക്കാൻ അയാൾ പോയി. പിന്നെ തിരിച്ചു വരുന്നത് 2 വർഷം കഴിഞ്ഞാൽ പരിപ്പുവടയായിട്ടാണ് വന്നേ. 2 വർഷം കഴിഞ്ഞു, തിരിച്ചു വന്നു, വീണ്ടും അടുത്തൊരു കുഞ്ഞുണ്ടായി, അടുത്ത പരിപ്പുവട മേടിക്കാൻ ഇയാൾ പോയി. പോയിട്ട് പിന്നെ വന്നിട്ടില്ല, നാളുകളായി. അപ്പൊ ഈ സ്ത്രീ ഒരു ദിവസം രാത്രി പ്രാർത്ഥിക്കുക, ദാരിദ്ര്യവും പട്ടിണിയും, മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഈ സ്ത്രീ ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, എൻ്റെ ശരീരത്തിന്റെ വിശുദ്ധി ഇന്ന് വരെ ഞാൻ കളങ്കപ്പെടുത്തിയിട്ടില്ല. ആ വിശുദ്ധി വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നീ വിശുദ്ധിയെ മാനിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ എൻ്റെ ജീവിത പങ്കാളി ഇവിടെ വരണം. സ്നേഹമുള്ള 2 മണിക്കൂർ കഴിയുന്ന മുമ്പ് ഭർത്താവ് തിരിച്ചു വന്നു. നോക്കിയേ, ശരീരത്തിന്റെ വിശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഈ ഒരു കാലഘട്ടം വിശുദ്ധിക്ക്, കുടുംബ ബന്ധങ്ങൾക്ക്, കുടുംബ ജീവിതങ്ങൾക്ക് വില കൽപ്പിക്കാത്തത്. അന്യൻ്റെ ഭാര്യയെ, അന്യൻ്റെ വസ്തുക്കളെ മോഹിക്കരുതെന്ന് തിരുവചനം നമ്മൾ ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് സ്നേഹമുള്ള മാതാപിതാക്കളെ അറിയേണ്ട ഒരു കാര്യം ഇതാണ്: ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നന്മതിന്മകളൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത കുറേയേറെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നതാണ്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് പറയും, 10ാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞും പറയും: എനിക്ക് ഒരാളോട് പ്രേമമുണ്ട്. അപ്പം പറയും സമയമായില്ല, അമ്മ പറയും സമയമായില്ല. നമുക്ക് സമയമാവട്ടെ. എപ്പോഴാ പ്രേമിക്കേണ്ട സമയം? വിവാഹ ജീവിതത്തിൽ കഴുത്തിൽ താലി വീഴുമ്പോൾ, കഴുത്തിൽ താഴി ചാർത്തുമ്പോൾ അപ്പോ മുതൽ ജീവിത പങ്കാളിയാ പ്രേമിക്കേണ്ടത്. കണ്ട് അവരെവരെയും പ്രേമിച്ച് നടക്കേണ്ടതല്ല. വചനം പറയുന്നുണ്ട്, സമയമാകുന്നതിന് മുമ്പ് പ്രേമത്തെ തട്ടി ഉണർത്തരുത്, ഇളക്കി വരരുത്, പാപമാണ്. മറ്റുള്ളവർക്ക് പ്രേമചിന്ത ഉണ്ടാകുന്ന രീതിയിൽ എൻ്റെ സംസാരവും എൻ്റെ പ്രവൃത്തികളും എൻ്റെ ഇടപെടലുകളും പാപമാണ്. ഏറ്റുപറയണം. മറ്റുള്ളവരെ പാപത്തിലേക്ക് വലിച്ചിഴക്കുന്നത് മാരകമായ തിന്മയാണ്. ഈ ചെറിയൊരുവന് ഇടർച്ച നൽകരുത്. അതുകൊണ്ട് വചനം പറയുകയാണ്, അമ്മച്ചിമാരൊന്നും വിചാരിക്കരുത്, സ്ത്രീകളൊന്നും സഹോദരിമാരൊന്നും വിചാരിക്കരുത്. വചനം പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം ഞാൻ പറയുന്നത്. വചനം പറയുകയാണ്: സ്ത്രീ വിവേകത്തോടും വിനയത്തോടും കൂടെ വസ്ത്രധാരണം ചെയ്ത് നടക്കട്ടെ. പിന്നിയ മുടിയോ സ്വർണ്ണാഭരണങ്ങളോ ഉടയാടകളോ അണിഞ്ഞ് തങ്ങളെ തന്നെ അലങ്കരിക്കരുത്. നമുക്ക് സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ വേഷമുണ്ട്, പുരുഷന്മാർക്ക് പുരുഷന്മാരുടേതായ വേഷമുണ്ട്. ആ വേഷം അണിഞ്ഞേ നടക്കാവുള്ളൂ. ആ വേഷം അല്ലാതെ മറ്റൊരു വേഷം അണിഞ്ഞ് നടക്കരുത്. വീണ്ടും വചനം ഓർപ്പിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: സ്ത്രീ പുരുഷൻ്റെയോ പുരുഷൻ സ്ത്രീയുടെ വേഷം അണിയുന്ന ഒരു പിതാവിൻ്റെ മുമ്പിൽ നിന്ദ്യരാണ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം, ചാടി എഴുന്നേൽക്കാം.
മറ്റുള്ളവരുടെ സ്വത്തുക്കളോ മറ്റുള്ളവരുടെ സ്ഥാനമാനങ്ങളോ മറ്റുള്ളവരെ അവകാശപ്പെട്ട എന്തെങ്കിലും ഞാൻ തട്ടിയെടുത്തിട്ടുണ്ടോ? നുണ പറയുന്ന സ്വഭാവം എനിക്കുണ്ടോ? വചനം പറയുന്നത് മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്, ദൈവം നമുക്ക് വേണ്ടി വാദിച്ചുകൊള്ളൂ. വചനം പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാവരുത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ സഹോദരങ്ങളെ വഴിപിഴപ്പിക്കുകയോ അരുത്. ഗലാത്യ 16:15 പറയുകയാണ്, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്താം. സ്നേഹമുള്ളവരെ, ഓരോ പ്രമാണങ്ങളും ഓരോ വചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. വചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം. ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈശോ പറയുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. പാപം ചെയ്യുക സ്വാഭാവികമാണ്, മനുഷികമാണ്. എന്നാൽ അത് ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ദൈവസന്നിധിയിൽ നിന്ന് കരുണ നേടുക എന്നുള്ള ദൈവ മനുഷ്യൻ്റെ സ്വഭാവമാണ്. നമുക്ക് ദൈവ മനുഷ്യനായി തീരാം. നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ക്ഷമിക്കാൻ, പൊറുക്കാൻ, മറക്കാൻ ദൈവം തയ്യാറാണ്. ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ അവന് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു കൊടുത്തതുപോലെ സ്നേഹമുള്ളവരെ, പാപം മൂലം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുപോയ എല്ലാ ദുഃഖങ്ങളും ഭാരങ്ങളും വേദനകളും നിരാശകളും തടസ്സങ്ങളും എടുത്തു മാറ്റി നഷ്ടപ്പെട്ടു പോയ ദൈവിക ചൈതന്യം, ദൈവിക കൃപ, സമ്പത്ത്, സ്ഥാനമാനങ്ങളെല്ലാം നൽകാൻ കഴിവുള്ള ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ സ്വരവും ഉയർത്തി മനം ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പാപബോധം, പശ്ചാത്താപം, അനുതാപം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ കണ്ണീരോടെ ഒന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ്, അനുതാപത്തോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹം കടന്നു വരാനുള്ള എല്ലാ തടസ്സങ്ങളും നീക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ശക്തിയോടെ സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.